Hello everyone, welcome back to Target App. നമ്മുടെ പരീക്ഷ തിങ്കളാഴ്ചയാണ് ഇംഗ്ലീഷ് എക്സാമിനേഷൻ. സോ നമ്മളെല്ലാവരും പഠിച്ച് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ റിവിഷനാണ്. മോഡൽ എക്സാം കഴിഞ്ഞു അല്ലേ? മോഡൽ എക്സാം പറയുമ്പോൾ നമ്മുടെ സിലബസിനകത്ത് ഒരുപാട് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ടാവും. അവർ തന്നിട്ടുണ്ടായിരിക്കും, നമ്മളെല്ലാം കവർ ചെയ്യണം. ടീച്ചേഴ്സ് എല്ലാം നിങ്ങളെ അതെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാം ഒന്നും പഠിക്കേണ്ട. ഈ പബ്ലിക് എക്സാമിനേഷൻ വരാൻ പോകുന്ന ഏരിയ എവിടേക്കാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, പ്രത്യേകിച്ച് ഗ്രാമർ ഏരിയയിൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ കേരള ഗവൺമെൻറ്റിൻ്റെ പരീക്ഷയിൽ മോഡൽ എക്സാമിനേഷനിൽ ഏകദേശം 3 ഏരിയകളാണ് നിങ്ങളോട് ഗ്രാമർ സൈഡിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് അല്ലേ? നമുക്കതൊന്ന് സ്പെഷ്യൽ ഫോക്കസ് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാം. ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന്, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള +1 ഇംഗ്ലീഷിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു കാര്യം ആദ്യമേ മനസ്സിലാക്കി വെക്കണം, ഇപ്പോൾ കുറച്ച് ടൈറ്റ് വാല്യൂഷനാണ് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നിന്ന് അല്ലേ? ഇപ്പോൾ നമ്മുടെ പ്ലസ് ടു കാരുടെ എക്സാമിനേഷൻ കഴിഞ്ഞു. അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അവരുടെ മാർക്കൊക്കെ കാണുമ്പോൾ ഇംഗ്ലീഷിനും കെമിസ്ട്രിക്കും ഒക്കെ ഭയങ്കര ടൈറ്റ് വാല്യൂഷൻ ആയിരുന്നു. എന്തായാലും നമുക്ക് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, നമുക്ക് നന്നായിട്ട് പ്രിപ്പയറും ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഈ പറഞ്ഞ മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർട്ട് 1 എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു അല്ലേ? ആ പാർട്ട് 1 സെഷൻ്റെ അകത്ത് ഒരു പാസേജ് എന്നിട്ട് ആ പാസേജിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. റീഡ് ദ ഫോളോയിങ്, എക്സ്പെർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. My dreams at that time were rather confused, he admitted. Before my condition was diagnosed, I had been bored with life. There did not seem anything worth doing. But shortly after I came out of hospital, I dreamt that I was going to be executed. I suddenly realized that there were a lot worthwhile things to do. If I were deprived, another recurring dream was the idea of sacrificing my life to save others. After all, if I were going to die, I might as well do some good. ഇത് വായിക്കുമ്പോഴേക്കും നമുക്ക് ഓർമ്മയിലേക്ക് വരണം ഏത് ചാപ്റ്റർ ആണ് ഇത് എന്ന്. അപ്പൊ നന്നായിട്ട് ചാപ്റ്റേഴ്സ് വായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു കുട്ടിക്ക് അത് ഈസി ആയിരിക്കും ചാപ്റ്റർ ഏതാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഹൂ ഇസ് ഐ റെഫർ ടു? ഇവിടെ ആരാണ് ഈ ഐ എന്ന് പറയുന്നത്? മൈ ഡ്രീംസ് എന്ന് പറയുന്നത് ആരുടെ ഡ്രീംസ് ആണ്? യെസ്, നമുക്കറിയാം സ്റ്റീഫൻ ഹോക്കിങ്സ് ആണിത് അല്ലെ? ഈ പാസേജ് കണ്ടാൽ തന്നെ നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ്. ഒരു മാർക്കാണ് ഇതിന്, സ്റ്റീഫൻ ഹോക്കിങ്സ്. രണ്ടാമത്തത്, വൈ വർ ഹിസ് ഡ്രീംസ് റാദർ കൺഫ്യൂസ്ഡ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഡ്രീംസ് റാദർ കൺഫ്യൂസ്ഡ് ആയത്? അപ്പൊ അതിന്റെ ആൻസർ ശരിക്കും പറഞ്ഞാൽ ഇത് അവിടെ തന്നെ ഉണ്ട്, ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മൈ റാദർ കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു എന്താ പറയാ വിശദീകരണം അദ്ദേഹം അവിടെ കൊടുക്കുന്നുണ്ട്. നമുക്കതിനെ വേണമെങ്കിൽ ഇങ്ങനെ ചുരുക്കി പറയാം, ഹി ഹാഡ് ബീൻ ബോർഡ് വിത്ത് ലൈഫ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഹി ഹാഡ് നോ ഗോൾ ഓർ എയിം ഇൻ ലൈഫ് എന്നും പറയാം. അപ്പോൾ ഇത് രണ്ടും അതിന്റെ എന്താണ് ആൻസേഴ്സ് ആണ്. നിങ്ങൾക്ക് ഏത് എഴുതിയാലും അല്ല, നിങ്ങൾ ഇവിടെ തന്നെ അത് മാർക്ക് ചെയ്ത് എഴുതി കഴിഞ്ഞാലും ആൻസർ റെഡിയാണ്, ഒരു മാർക്ക്. വാട്ട് വാസ് ഹിസ് റെക്കറിംഗ് ഡ്രീം? അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ റെക്കറിംഗ് ഡ്രീം എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു സാക്രിഫൈസ് ഹിസ് ലൈഫ് ടു സേവ് അതേഴ്സ്, അതായിരുന്നു അദ്ദേഹത്തിന്റെ റെക്കറിംഗ് ഡ്രീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് റിലീസ്ഡ്. റിലീസ്ഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇതിനകത്തുണ്ട്. റിലീസ്ഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇതിനകത്തുണ്ട്. അത് വേറെ ഏതുമല്ല, ഏതാണത്? റിപ്രൈവ്ഡ് എന്ന വേർഡാണ്. ഓക്കെ, റിപ്രൈവ്ഡ് എന്ന് പറയുന്ന വേർഡാണത് റിലീസ്ഡ് എന്ന അർത്ഥത്തിൽ വരുന്നത്. ഓക്കെ, റിലീസ്ഡിന്റെ മീനിങ് റിപ്രൈവ്ഡ് ആണ്. Or answer all the questions from 5 to 8. Each carries 1 mark. എല്ലാത്തിനും 1 മാർക്ക് തന്നെയാണ്. ഇത് ഒരു പോയറ്റിക് ലൈൻസ് എന്നിട്ട് നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ. പോയറ്റിക് ലൈൻസ് ഏതാണെന്ന് ആദ്യം വായിച്ചു നോക്കാം. Then Captain Smith, her commander brave, thought not one moment his own life to save, but stood on the bridge, calling out to the crew, remember your country, be British, be true. ഇനിയുണ്ട് ഒരു 2 ലൈൻ കൂടെ തന്നിട്ടുണ്ട്, 4 ലൈൻ കൂടെ തന്നിട്ടുണ്ട്. അതവിടെ വെക്കട്ടെ. ഇത് വായിച്ചാൽ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങൾ പരീക്ഷയ്ക്ക് ഫുള്ള് വായിക്കണം കേട്ടോ. നമ്മളിവിടെ സമയമില്ലാത്തതുകൊണ്ട് സ്പീഡിൽ വായിച്ചു പോവാണ്. നിങ്ങളത് ഫുള്ളായിട്ട് വായിക്കണം, എന്നിട്ടാണ് ആൻസർ ചെയ്തേണ്ടത്. പോയംസ് കൃത്യമായിട്ടും ഫുൾ പോയംസും പഠിച്ചു വെക്കണം. ഒരു ഭാഗം, ഒരു ഏരിയ നമുക്ക് അതിനകത്ത് അറിയാത്ത ഉണ്ടാവരുത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്തും ചോദിച്ചില്ല, ഹൂ ഇസ് ദ ബ്രേവ് കമാൻഡർ ഓഫ് ദ ഷിപ്പ്? സിമ്പിൾ ആൻസർ ആണ് അല്ലെ?
അതിന്റെ ഫസ്റ്റ് തുടങ്ങുന്ന തന്നെ അയാളുടെ പേര് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ അടുത്ത ലൈനിലും അടുത്ത ക്വസ്റ്റ്യനിലും 7th ക്വസ്റ്റ്യനിലും ഒക്കെ അയാളുടെ പേരുണ്ട്. ക്യാപ്റ്റൻ സ്മിത്ത് ആണ്. ഓക്കെ, ക്യാപ്റ്റൻ സ്മിത്ത് ആണ് അതിന്റെ ആൻസർ. ഹു ഇസ് ദ ബ്രേവ് കമാൻഡർ ഓഫ് ദ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ സ്മിത്ത് എന്ന് എഴുതിയാൽ മതി. പിക്ക് ഔട്ട് ദ ലൈൻ വിച്ച് സജസ്റ്റ് ദ ഐഡിയൽ ക്വാളിറ്റി ഓഫ് ദ ക്യാപ്റ്റൻ. ക്യാപ്റ്റന്റെ ഐഡിയൽ ക്വാളിറ്റി കാണിക്കുന്ന ലൈൻ ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, though not one moment his own life to save. ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തില്ല, ആലോചിച്ചില്ല എന്ന് പറയുന്ന സെക്കൻഡ് ലൈനാണ് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം. നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ പോവാണ് എക്സാമിനേഷൻ അല്ലെ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Then Captain Smith or Commander Brave identify the poetic device used above. Her Commander Brave എന്ന് പറയുന്നത് ഷീ എന്ന് പറഞ്ഞു വരുന്ന ഷിപ്പ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എന്തിന് എക്സാമ്പിൾ ആണ്? യെസ്, പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഏതിന് എക്സാമ്പിൾ ആണ്? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. എന്തുകൊണ്ട്, എങ്ങനെ മനസ്സിലാക്കാം? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ ക്വാളിറ്റി ഒരു ജീവനില്ലാത്ത വസ്തുവിന് ക്വാളിറ്റി ആക്കിയിട്ട് പറയാം. ഒരു ജീവനില്ലാത്ത വസ്തുവിനെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ക്വാളിറ്റി ആക്കിയിട്ട് പറയുന്നതിനല്ലേ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാ. ഇവിടെ ഹെർ കമാൻഡർ ഇൻ ചീഫ്, ഹെർ എന്ന് പറയുന്നത് ഇവിടെ ആരെ ഉദ്ദേശിച്ചത്? ഷിപ്പിനെയാണ് ഉദ്ദേശിച്ചത് അല്ലെ. അപ്പൊ അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പോയറ്റിക് ഡിവൈസ് യൂസ് ഹിയർ. നെക്സ്റ്റ്, who got the top priority to be rescued from the sinking Titanic? Sinking Titanic ആർക്കാണ് സൂപ്പർ പ്രയോറിറ്റി കിട്ടിയിരുന്നത്? സുപ്രീം പ്രയോറിറ്റി കിട്ടിയിരുന്നത് ആർക്കായിരുന്നു? വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, ആൻസർ ദ 3 questions from 9 to 12. Each carries 2 scores. The dialogue between Mrs. Clifford and Mr. Gupta in The Price of Flowers is given below. റിപ്പോർട്ട് ദ ഡയലോഗ് നോക്ക്. റിപ്പോർട്ട് സ്പീച്ച് വളരെ ഈസി ആയിട്ട് പ്രാവശ്യം തന്നുള്ളത്. സാധാരണ ഒരു 4 എണ്ണൊക്കെ തന്നിട്ട് നമ്മളുടെ ഒരു വലിയ പാരഗ്രാഫ് പോലെയൊക്കെ എഴുതേണ്ടത്. ഇത് 10ാം ക്ലാസ്സിൽ ചോദിക്കുന്ന അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് നമ്മൾ ചോദിച്ചുള്ളത്. അപ്പൊ നമുക്ക് പബ്ലിക് എക്സാമിനും ഇതുപോലെ സിമ്പിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. എന്നാൽ ഇത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കൃത്യമായിട്ടും അറിയണം. നോക്കാം. ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? മിസ്റ്റർ ഗുപ്ത, മിസസ് ക്ലിഫോർഡ് ചോദിക്കുന്നത് ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? മിസ്റ്റർ ഗുപ്ത, യെസ് ഐ ഹാവ് സീൻ ഇറ്റ്. ഇത് നമ്മൾ എങ്ങനെ എഴുതുക, എങ്ങനെ അതിന്റെ ആൻസർ വരിക? അതാദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. മിസസ് ക്ലിഫോർഡ് ചോദിച്ചൊരു ചോദ്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എങ്ങനെ തുടങ്ങണം? മിസസ് ക്ലിഫോർഡ് ആസ്ക്ഡ് എന്ന് തുടങ്ങണം. ആസ്ക്ഡ്. ഓക്കെ, മിസസ് ക്ലിഫോർഡ് ആസ്ക്ഡ്. ഇനി ചോദ്യം ഒന്ന് നന്നായിട്ട് നോക്കുക. ഇത് എന്ത് ചോദ്യമാണ്? ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സാർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ? എങ്ങനെയാ മനസ്സിലാക്കുക യെസ് ഓർ നോ ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് അറിയാമായിരിക്കേ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്നത് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഓക്സിലറി വെർബിലാണെങ്കിൽ എന്ന് വെച്ചാൽ ഈസ്, വാസ്, ആർ, വേർ, ആം, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, ക്യാൻ, ഷാൽ, മേ, വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ്, ഇങ്ങനെ പോകുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയാ? ഓക്സിലറി വെർബുകൾ എന്ന് വിളിക്കാം. ഈ ഓക്സിലറി വെർബിലാണ് ചോദ്യം തുടങ്ങുന്നത് എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഓക്കെ ഓക്സിലറി വെർബിലാണെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് വിളിക്കാം? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ഇഫ്, ഇഫ്, അല്ലെങ്കിൽ വെദർ, ഇഫോ അല്ലെങ്കിൽ വെദറോ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരെണ്ണം പഠിച്ചു വെക്കാം, ഇഫ് അല്ലെങ്കിൽ വെദർ. അപ്പൊ ഞാൻ അതിൽ എങ്ങനെ തുടങ്ങുന്നു നോക്കാം. മിസസ് ക്ലിഫോർഡ് ആസ്ക്ഡ് വെദർ അല്ലെങ്കിൽ ഇഫ്, ഏതെങ്കിലും ഒന്ന് ഞാൻ എഴുതി. ഇനി ഇയാളെ എഴുതിയില്ലേ, ഇനി അടുത്ത ആളെ നോക്കാം. യു എന്ന് പറയുന്ന ആളാ മിസ്റ്റർ ഗുപ്ത അല്ലേ. വെദർ യു എന്ന് പറയുമ്പോൾ ഇവിടെ മിസ്റ്റർ ഗുപ്ത അല്ലേ. മിസസ് ക്ലിഫോർഡ് പറഞ്ഞ നീ എന്ന് പറയുമ്പോൾ മിസ്റ്റർ ഗുപ്തനല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെദർ മിസ്റ്റർ ഗുപ്ത എന്ന് പകരം നമ്മൾ ഹി എന്നാക്കാം. വെദർ ഹി, ഇവിടെ നോക്ക് സി അല്ലേ. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മള് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രസന്റ് ടെൻസിലുള്ളതിനെ ഒക്കെ ഏതിലേക്ക് മാറ്റണം? പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. മനസ്സിലായോ? പാസ്റ്റ് ടെൻസ് ഉള്ളതിലേക്ക് നമ്മൾ എന്തിലേക്ക് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. എങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാന്ന് പറഞ്ഞാൽ ഒരു ഹാഡ് ചേർത്ത് കൊടുക്കണം എന്നർത്ഥം. ക്ലിയർ ആണോ? ഒരു ഹാഡ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ എന്തായി? മിസസ് ക്ലിഫോർഡ് ആസ്ക്ഡ് വെദർ
he had seen. എന്തുകൊണ്ടാണ് ഹാഡ് എഴുതിയത്? കാരണം ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഡിഡ് ആണുള്ളത്. ഡൂവും ഡെസും പ്രസന്റ് ടെൻസ് ആണ്, ഡിഡ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഡിഡ് വന്നതുകൊണ്ട് പാസ്റ്റ് ടെൻസ് വന്നാൽ സാറ് പറഞ്ഞിട്ടുണ്ട് അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണമെന്ന്. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാൻ എന്ത് ചേർത്താൽ മതി? ഹാഡ് ചേർത്താൽ മതി. അപ്പൊ നമുക്ക് മിസസ് ക്ലിഫോർഡ് ആസ്ക്ഡ് whether he had seen, SEEN, seen. എങ്ങനെ സീൻ വന്നു? ഹാസ്, ഹാവ്, ഹാഡ് ശേഷം വരുന്ന വെർബ് V3 ഫോമിലായിരിക്കണം. സീ, സോ, സീൻ V3 ഫോമിലായിരിക്കണം. അതാണ് നമ്മുടെ ഇവിടെ സീൻ എഴുതിയത്. സീൻ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ, അതൊക്കെ അതുപോലെ തന്നെ. അപ്പൊ ഈ ഡിഡ് എവിടെ പോയി എന്ന് വെച്ചാൽ ഡിഡിനെയാണ് നമ്മൾ ഹാഡ് ആക്കിയത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കിയത് അങ്ങോട്ട് കൊണ്ടുവന്നത്. ഡിഡ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി. മിസസ് ക്ലിഫോർഡ് ആസ്ക്ഡ് വെദർ ഹി ഹാഡ് സീൻ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ. ആ ഒരു മാറ്റം മാത്രമേ നമ്മൾ അവിടെ വരുത്തിയിട്ടുള്ളൂ. മിസസ് ക്ലിഫോർഡ് ആസ്ക്ഡ് വെദർ അല്ലെങ്കിൽ ഇഫ് ഹി ഹാഡ് സീൻ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും റിപ്ലൈ? മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് യെസ് എന്നാണുള്ളത് അല്ലെ. യെസ് നമ്മൾ എഴുതുവോ? യെസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എഴുതുവോ? യെസ് എന്ന് പറയോ? ഇല്ല. നമ്മൾ അതിന് പകരം എന്താ ചെയ്താ? മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് പോസിറ്റീവ്ലി. ഓക്കെ, മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് പോസിറ്റീവ്ലി ദാറ്റ് ഹി ഹാഡ് സീൻ ഇറ്റ്. ഐ എന്നുള്ളത് എന്താവും? അയാളല്ലേ. ഹി, ഹാവിന്റെ പാസൻസ് ഹാഡ് സീൻ ഇറ്റ്. ഇങ്ങനെയാണ് ആൻസർ വരിക. മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് പോസിറ്റീവ്ലി അല്ലെങ്കിൽ അഫർമേറ്റീവ്ലി എന്നും പറയാം. അഫർമേറ്റീവ് എന്ന് പറഞ്ഞാലും എന്താണ്? പോസിറ്റീവ് എന്നർത്ഥം. ഹി ഹാഡ് സീൻ ഇറ്റ് എന്നാവും. ഓക്കെ, എന്നാൽ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ, വേറെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതേ മോഡലുള്ള വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ടീച്ചർ പറയാണ്, ടീച്ചർ is this your pen? Is this your pen? ഒന്ന് ചെയ്തു നോക്ക് എല്ലാവരും, ഒന്ന് ചെയ്തു നോക്ക് എന്താണ് അതിന്റെ ആൻസർ എന്ന്. ഇതേ സംഭവം തന്നെയാണല്ലോ ഇപ്പൊ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യനും. അപ്പൊ നമുക്ക് നോക്കാം ആൻസർ എങ്ങനെയാ വരിക. ടീച്ചർ ആസ്ക്ഡ് അല്ലെ. ഇത് എന്ത് ചോദ്യമാണ്? ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ എനിക്ക് മനസ്സിലായി? ഓക്സിലറിയിലാണ് തുടങ്ങിയിരിക്കുന്നത്, ചോദ്യ ചിഹ്നം ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ടീച്ചർ ആസ്ക്ഡ് അല്ലെ, ആസ്ക്ഡ് അല്ലെങ്കിൽ ഈഫ് എഴുതാ അല്ലെങ്കിൽ വെദർ എഴുതാ, വെദർ എഴുതാ. എന്നിട്ടോ ദിസ് അല്ലേ ചോദിച്ചത്. അപ്പൊ എന്താ നമ്മള് ആസ്ക്ഡ് വെദർ ദിസ് ദാറ്റ് ആവും കേട്ടോ. ദിസ് എന്താവും? ഇത് എന്ന് പറയുന്നത് എന്താവും? നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എന്നാണ് പറയാ. ഇപ്പോൾ എന്ന് പറയുന്നത് അപ്പോളാവും, നൗ ദെൻ ആവും. ഓക്കെ, അതുപോലെ എന്തായി? ടീച്ചർ ആസ്ക്ഡ് ഇഫ് ഓർ വെദർ ദാറ്റ് വാസ് അല്ലെ. ഇസ് ഇങ്ങോട്ട് വരുമ്പോ എന്താവും? പാസ്റ്റ് ടെൻസ് ആവും. ദാറ്റ് വാസ് യുവർ പെൻ എന്നുള്ളത് ഒന്നെങ്കിൽ ഹിസ് പെന്നോ ഹെർ പെന്നോ മൈ പെന്നോ ഒക്കെ ആവും. അത് ക്വസ്റ്റ്യൻ പോലെ ഇരിക്കും. അപ്പൊ ഇതുപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി പഠിക്കണം. വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ടീച്ചർ തന്നെ, are you a student? Are you a student? വീണ്ടും ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഞാനൊന്ന് ചെയ്തു നോക്കാം. ടീച്ചർ ആസ്ക്ഡ് ഇഫ്, ഇവിടെ ആരാണത്? യു അല്ലേ. എന്നോടാ ചോദിച്ചെന്ന് ചോദിക്കുക. വെദർ ഓർ ഇഫ് ഐ, ഇങ്ങോട്ട് വരുമ്പോ എന്താവും? പാസ്റ്റ് ടെൻസ് ആവും അല്ലെ. ശരിക്കും ആറിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വേറാണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്തുകൊണ്ടാണ് വാസ് എഴുതിയത്? ഐ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ. സിംഗുലറിന്റെ കൂടെ വാസ് ആണ് ചേർക്കുക. നോക്ക്, എസ് ഫോർ സിംഗുലർ ആലോചിച്ചാൽ മതി. അപ്പൊ ഐയുടെ കൂടെ വാസ് ആണ് വരുന്നത്. ഇഫ് ഐ വാസ് അല്ലെ, ഐ വാസ് എ സ്റ്റുഡന്റ്, വെദർ ഐ വാസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഇഫ് ഐ വാസ് എ സ്റ്റുഡന്റ് എന്ന് ആൻസർ കിട്ടും. ഇത് മനസ്സിലാവാത്തതില്ലല്ലോ. ഇത് ക്ലിയർ അല്ലേ? നമുക്ക് മൊത്തം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ടീച്ചർ തന്നെയാണ് ചോദിക്കുന്നത്. ടീച്ചർ,
where is your house? Where is your house? ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആവണമെന്നില്ല, WH ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് WH ക്വസ്റ്റ്യൻ ആണ്. വാട്ട്, വിച്ച്, വേർ, വൈ, ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ഫാർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ എന്താ പറയാ WH ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാ. കാരണം ഈ ചോദ്യത്തിൽ എന്തുണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടായിരിക്കും. ഇതെങ്ങനെയാ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക? ചില ആൾക്കാർക്കൊക്കെ അറിയാം, ടീച്ചറിൽ അവർ തുടങ്ങും, ആസ്ക്ഡ് എഴുതും, എന്നിട്ട് ഒരു ദാറ്റ് ചേർത്താൽ തെറ്റി, ദാറ്റ് ചേർക്കാൻ പാടില്ല കേട്ടോ. ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത്, ദാറ്റ് ചേർക്കരുത്. ടീച്ചർ ആസ്ക്ഡ്, ഇനി ആരെ എഴുതേണ്ടതെന്ന് അറിയോ? ഇയാളെടുത്ത് താഴേക്ക് എഴുതുക, ഈ വേർ എന്ന് പറയുന്ന ആളെടുത്തിട്ട് താഴേക്ക് എഴുതുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ്? ആ ക്വസ്റ്റ്യൻ വേർഡ് താഴേക്ക് എഴുതുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ വെരി വെരി ഇമ്പോർട്ടന്റ്, വളരെയധികം കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യം, തൊട്ടടുത്ത ഓക്സിലറി വെർബിനെ ഒരു കാരണവശാലും ഇതിന്റെ അടുത്ത് എഴുതരുത്. എഴുതിയാൽ ആൻസർ തെറ്റിപ്പോവും, അത് വീണ്ടും ഒരു ചോദ്യമാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അയാളെ അവിടെ ഹോൾഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ വേർഡിന് ശേഷമുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിന്റെ ശേഷമുള്ള ആളെ അവിടെ എഴുതരുത്, അവിടെ നിൽക്കട്ടെ, അടുത്ത ആളെ നോക്കുക. യുവർ, എന്നോടാ ചോദിച്ചത്, ടീച്ചർ ആസ്ക്ഡ് വേർ മൈ, അല്ലെ? ഇനിയിപ്പോ അവനോടാ ചോദിച്ചതെങ്കിൽ വേർ ഹിസ്, അവളോടാ ചോദിച്ചതെങ്കിൽ വേർ ഹെർ എന്നായിരിക്കും വരിക. ടീച്ചർ ആസ്ക്ഡ് വേർ മൈ, ഇനി താഴെ ഹൗസ്, ഈസിനെ ഇങ്ങോട്ട് വാസ് ടെൻസ് ആക്കിയിട്ട് കൊണ്ടുവരിക. പ്രസന്റിലൊക്കെ പാസ്റ്റ് ടെൻസ് ആക്കണം എന്ന് പറഞ്ഞല്ലോ, വാസ്, ക്വസ്റ്റ്യൻ മാർക്ക് ഇടരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ടീച്ചർ ആസ്ക്ഡ് വേർ മൈ ഹൗസ് വാസ്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി 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 വേറെ ഒരു ക്വസ്റ്റ്യനും കൂടെ, ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ടീച്ചർ എന്നെ ചോദിക്കുകയാണ്. നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. വാട്ട് ഈസ് യുവർ നെയിം? ഒന്ന് പറഞ്ഞ എനിക്ക് ആൻസർ. തുടക്കം ടീച്ചർ ആസ്ക്ഡ് മീ. ഒന്ന് ചെയ്തു നോക്കൂ, എന്തായിരിക്കും ആൻസർ? എവിടെ? Teacher asked me. Teacher asked me. That ചേർക്കരുത്. That ചേർക്കരുത്. Teacher asked me. Alina. Teacher asked me. പോരട്ടെ. What? നമ്മൾ ഇങ്ങനെയല്ലേ പറഞ്ഞത്? Teacher asked me. ഇയാളെടുത്ത് ആദ്യം എഴുതിക്കോട്ടെ എഴുതാ. What? ഓക്കെ, ഇനി ഇയാളവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല, ഹോൾഡ് ചെയ്യാം. അടുത്ത ആളെ നോക്കുക. വാട്ട് മൈ നെയിം, ഇനി ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരിക പാസ്റ്റ് ടെൻസ് ആയിട്ട് വാസ്. വാട്ട് മൈ നെയിം വാസ് എന്നാക്കിയിട്ട് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ആ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിംഗ് ദ റൈറ്റ് വേർഡ് ഗിവൺ ഇൻ ദ ബോക്സ്. ഇവിടെ കോഹീസീവ് ഡിവൈസ് ആണ് ചോദ്യം. കോഹീസീവ് ഡിവൈസ് ആണ് ചോദ്യം. യെസ്, കറക്റ്റ് ആൻസർ ആക്കിയിട്ടുണ്ട് കേട്ടോ ചില ആൾക്കാരൊക്കെ. കോഹീസീവ് ഡിവൈസസിൽ ചോദ്യം എങ്ങനെയാണ്? ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദെയർഫോർ. ഇതും വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. സാധാരണ ഒരു 3 എണ്ണമെങ്കിലും ഉണ്ടാവാറുണ്ട്. ഡാഷ് ഇവിടെ 2 എണ്ണം മാത്രമേ ഉള്ളൂ. നമുക്ക് കൺഫ്യൂസിങ് ഒന്നുമില്ല, കാരണം ആ സെന്റൻസ് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടും ആൻസർ ഏതാണെന്ന് മനസ്സിലാവും. ആദ്യം നമ്മൾ ഇതിന്റെ ഒക്കെ മീനിങ് മനസ്സിലാക്കി നോക്കണം. ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാണ് മലയാളത്തിൽ, അല്ലെ? അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ എന്നാണ് അർത്ഥം. നിർഭാഗ്യവശാൽ. therefore ആയതിനാൽ, ആയതിനാൽ എന്നാണല്ലോ മീനിങ്. ഡാഷ് സ്റ്റീഫൻ വാസ് ഇൽ at the time of the scholarship examination for Westminster. Dash he attended ആണ്, attested അല്ല, attended the local St. Albans school. Dash Stephen was ill at the time of the scholarship examination. ഏതായിരിക്കും അവിടെ എന്താ വരാ? പക്ഷേ സ്റ്റീഫൻ അസുഖമായിരുന്നു, അങ്ങനെ വരില്ലല്ലോ, അല്ലെ? ഫസ്റ്റ് തന്നെ പക്ഷേയിൽ തുടങ്ങേണ്ട ആവശ്യമല്ലോ. മീനിങ് കംപ്ലീറ്റ് ആവോ? ഇല്ല. therefore ആയതിനാൽ സ്റ്റീഫൻ അസുഖമായിരുന്നു, അങ്ങനെ സെന്റൻസ് ഇല്ല. പിന്നെ ഏതാണ്? നിർഭാഗ്യവശാൽ സ്റ്റീഫൻ ഹോക്കിൻസിന് അസുഖമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആണ് ആദ്യത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ആൻസർ. രണ്ടാമത്തെ എന്തായിരിക്കും? ഡാഷ് ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെന്റ് ആൽബർട്ട് സ്കൂൾ. ആലോചിക്ക്, അയാൾക്ക് അസുഖമായതുകൊണ്ട് വെസ്റ്റ്മിൻസ്റ്ററിൽ പോകാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട്
പക്ഷേ എന്നാണോ വരിക, അല്ലെങ്കിൽ therefore ബട്ട് എന്നാണ് വരിക, therefore എന്നാണ് വരിക? ബട്ട് ഒരിക്കലും വരില്ല അല്ലെ. അവിടെ ആൻസർ ഏതാണ്? therefore ആണ്. അപ്പൊ ആദ്യത്തേത് അൺഫോർച്ചുനേറ്റ്ലി ആണെങ്കിൽ രണ്ടാമത്തെ ഏതാണ്? therefore ആണ്. ഓക്കെ, വെരി ഗുഡ്, ശരിയാണ്, കുറെ ആൾക്കാർ പറയുന്നുണ്ട്. Then complete the following passage with the right form of the verbs given in the bracket. ഞാൻ പറഞ്ഞു ഗ്രാമർ 3 എണ്ണ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ആ 3 എണ്ണം ഇപ്പൊ പറഞ്ഞത് റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിച്ചു, നമ്മളോട് കോഹെസീവ് ഡിവൈസ് ചോദിച്ചു, പിന്നെ ഇതാ ഇവിടെ വെർബിന്റെ 3 രൂപങ്ങൾ. നമുക്കറിയാം വെർബിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോംസ് ഉണ്ട്. അവിടെ ശരിക്കും വെർബിന്റെ ഫോം അല്ല ഇവിടെ ചോദിച്ചത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഇഫ് ക്ലോസ് എന്ന് പറയുന്ന കണ്ടീഷണൽ ക്ലോസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് ആദ്യം വായിച്ചിട്ട് ഞാൻ കണ്ടീഷണൽ ക്ലോസിലേക്ക് പോവാം. ഇഫ് യുണൈറ്റഡ് നേഷൻസ് ഡാഷ് ബ്രാക്കറ്റ് സ്റ്റോപ്പ് തന്നിരിക്കുന്നത്, ഈ സ്റ്റോപ്പിന്റെ ഏതൊരു ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? സ്റ്റോപ്പ്, സ്റ്റോപ്പിംഗ് ആവാം, സ്റ്റോപ്സ് ആവാം, സ്റ്റോപ്പ്ഡ് ആവാം, ഹാഡ് സ്റ്റോപ്പ്ഡ് ആവാം, എന്താ നമുക്കറിയില്ല. ദ വാർ ബിറ്റ്വീൻ 2 countries beforehand, so many children and the old would not have suffered from hunger and cold. If the situation continues the same, too many life dash, ലൈഫ് ആണ് അവിടെ ലിവ് എന്നാണ് കൊടുത്തത്. അപ്പൊ ഇവിടെ നിങ്ങളില്ലേ പരീക്ഷയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഇഫിൽ തുടങ്ങുന്ന സെന്റൻസ് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ ചോദ്യം ഇവിടെ വേറെ നമ്മുടെ ടെൻസ് ചോദിക്കാനൊന്നുമില്ല, ചോദ്യം വന്നിരിക്കുന്നത് ഇഫ് ക്ലോസ് ആണ്. അപ്പൊ ഇഫ് ക്ലോസ് എന്താണെന്ന് കൃത്യമായിട്ടും നമ്മൾ അറിയണം. അപ്പൊ ഈ ഇഫ് ക്ലോസിന്റെ ചെറിയൊരു വിവരണം ഞാൻ തരാം. ഇഫ് ക്ലോസിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 കണ്ടീഷൻസ് ആണ്. ഇഫ് ക്ലോസിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 കണ്ടീഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, ഇഫ് യു കം. ഓക്കെ, ആൻസർ ഐ വിൽ ഗിവ് യു എന്താണ് സം സ്വീറ്റ്സ്, എന്തെങ്കിലും. അപ്പൊ ഇവിടെ ആൻസർ എന്താ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇഫ് എന്ന് പറയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇഫ് തുടങ്ങുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇഫ് യു കം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് സബോർഡിനേറ്റ് ക്ലോസ് എന്നും ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് മെയിൻ ക്ലോസ് എന്നുമാണ്. എന്ന് വെച്ചാൽ ആ ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഭാഗത്തെ വിളിക്കുന്ന പേര് മെയിൻ ക്ലോസ് എന്നുമാണ്. അപ്പൊ ഈ സബോർഡിനേറ്റ് ക്ലോസിൽ ഇഫ് ക്ലോസിൽ അല്ലെങ്കിൽ ഇഫ് ഉള്ള ഭാഗത്ത് വെർബ് ഉണ്ടാവും. ആ വെർബിനെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഏതാണ് അവിടെ വെർബ്? കം ആണ് വെർബ്. കം എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണെന്ന് മനസ്സിലാവണം. കം ഇന്റെ പാസ്റ്റ് ടെൻസ് കെയിം ആണ്, കം പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നമുക്കിതാ ഈ മെയിൻ ക്ലോസിന്റെ അകത്ത് ഒന്നെങ്കിൽ ആരുപയോഗിക്കാം? വിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തിനു ഉപയോഗിക്കാം? ഷാൽ ഉപയോഗിക്കാം, ഓർ ക്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മേ ഉപയോഗിക്കാം. ഇതിൽ ഏത് എഴുതിയാലും ആൻസർ റെഡിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും എഴുതാം. ഐ വിൽ ഗിവ് യു സം ബുക്സ് എന്നോ, നിങ്ങൾക്ക് എന്താണ് ചോക്ലേറ്റ്സ് അവിടെ എന്താണോ അത് കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് മാറ്റാം. ഇവിടെ പരീക്ഷയ്ക്ക് നോക്കുന്നത് ഇത്ര മാത്രം. ഇവിടെ പ്രസന്റൻസ് വന്നപ്പോ, ഇഫ് ക്ലോസിൽ പ്രസന്റൻസ് വന്നപ്പോ കുട്ടി ഇവിടെ വില്ല് ഷാല് ക്യാൻ മേ ഇതിലേതെങ്കിലും എഴുതിക്കുന്നതെന്ന് മാത്രമാണ് നോക്കുന്നത്. ഇതാണ് കണ്ടീഷൻ 1. കണ്ടീഷൻ 1 പ്രസന്റൻസ് വന്നാൽ ഇവിടെ വില്ല് ഷാന് ക്യാല് മേ. അടുത്തത് രണ്ടാമത്തെ കണ്ടീഷൻ ആണ് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എങ്ങനെയാണ്? ഇഫ് യു കെയിം, ഇഫ് യു കെയിം, നീ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, ഈ കെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൻസർ വരിക ഐ വുഡ് ഗിവ് യു സ്വീറ്റ്സ്. ഓക്കെ, ഐ വുഡ് ഗിവ് യു സ്വീറ്റ്സ്. ഞാൻ വെർബ് നോക്കിയപ്പോൾ കെയിം ആണ്. കെയിം എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും എനിക്ക് വുഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ഷുഡ് ഉപയോഗിക്കാം. ഇവിടെ പറഞ്ഞതിന്റെ ഒക്കെ പാസ്റ്റ് ടെൻസ്. കുഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം? മൈറ്റ് ഉപയോഗിക്കാം. ഇതിലേത് എഴുതിയാലും ആൻസർ റെഡിയാണ്. പരീക്ഷയ്ക്ക് പേപ്പർ നോക്കുന്ന ആൾ നോക്കുന്നത് ഇവിടെ കെയിം എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. കുട്ടി ഇവിടെ പാസ്റ്റ് ടെൻസ് ആണോ എഴുതിയത്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ മാർക്കാണ്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ, പാസ്റ്റ് ടെൻസ് വന്നാല്. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇഫ് യു ഹാഡ് കം. അപ്പോ ഹാഡ് കം വന്നാൽ എങ്ങനെയായിരിക്കും ആൻസർ എന്ന്? ഐ വുഡ് ഹാവ് എന്താണ്? ഗിവൺ യു സം സ്വീറ്റ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾറെഡി ഞാൻ നോക്കിയപ്പോ ഹാഡ് കം ഉണ്ട്. ഹാഡ് കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഏതാ ടെൻസ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് മൂന്നാമത്തെ കണ്ടീഷൻ ആണ്. അങ്ങനെയെങ്കിൽ
ആൻസറിൽ ഞാൻ എഴുതുമ്പോൾ വുഡ് ഹാവ് വരണം, അല്ലെങ്കിൽ ഷുഡ് ഹാവ് വരണം, അല്ലെങ്കിൽ കുഡ് ഹാവ് വരണം. ഓക്കെ, പ്ലസ് മൈറ്റ് ഹാവ് നമ്മൾ ഉപയോഗിക്കാറില്ല, അങ്ങനെയൊക്കെ വരാറില്ല. അല്ലെങ്കിൽ പ്ലസ് എന്തും കൂടെ വേണം, V3 ഗിവൺ. ഇവിടെ ഗിവ് ആണ്, ഇവിടെ ഗിവ് ആണ്, ഇവിടെ എന്തായി ഗിവൺ എന്നായി. അപ്പോ ഗിവണും കൂടെ നമ്മൾ ഓർത്തു വെക്കണം. ഇഫ് യു ഹാഡ് കം, I would have given you sweets. അപ്പോ ഈ 3 കണ്ടീഷനും നിങ്ങൾ തറവായിരിക്കണം. ഇങ്ങനെ തറവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ആൻസറിലേക്ക് വരാൻ പറ്റും. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. യെസ്, നോക്ക്. ഇഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാഷ്, ഇവിടെ ഡാഷ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എവിടെയാണ്? ആ വെർബിനല്ലേ, ഇവിടെ നോക്കേണ്ട വെർബിനല്ലേ ഡാഷ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് എന്തായിരിക്കും നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ആ രണ്ടാമത്തെ ഭാഗം നോക്കിയാൽ പോരെ, ആ കോമ കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗം നോക്കിയാൽ പോരെ. സോ മെനി ചിൽഡ്രൻസ് ആൻഡ് ദ ഓൾഡ് വുഡ് നോട്ട് ഹാവ്. ഏതവിടെ? വുഡ് നോട്ട് ഹാവ് എന്ന് പറയുമ്പോ വുഡ് ഹാവ്, കുഡ് ഹാവോ, ഷുഡ് ഹാവോ പ്ലസ് V3 വരുന്ന ഫോം ഏതാണ്? ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ? ഏതാണ്? ഹാഡ് സ്റ്റോപ്പ്ഡ്. എക്സലന്റ്, ഹാഡ് സ്റ്റോപ്പ്ഡ് ആണ് ആൻസർ. ഇപ്പൊ മനസ്സിലായില്ലേ ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളത്? കാരണം ഞാൻ ഇവിടെ നോക്കി, രണ്ടാമത്തെ ഭാഗത്ത് കോമ ആയിട്ടുള്ള ഭാഗത്ത് നോക്കിയപ്പോ ഓൾ ചിൽഡ്രൻ ആൻഡ് ദ ഓൾഡ് വുഡ് ഹാവ് വന്നിട്ട് പ്ലസ് V3 നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അത് ഓൾറെഡി അങ്ങനെ തന്നെ ആയിരിക്കും വരിക. വുഡ് ഹാവ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൻസർ എന്താണ്? ഹാഡ് സ്റ്റോപ്പ്ഡ് ആണ്. കാരണം മൂന്നാമത്തെ കണ്ടീഷൻ ആണത്. മൂന്നാമത്തെ കണ്ടീഷന്റെ ആൻസർ ആണ് വുഡ് ഹാവ്. സോ ഹാഡ് സ്റ്റോപ്പ്ഡ് ആണ് ആൻസർ. അല്ലാണ്ട് നമ്മൾ എങ്ങനെ ആലോചിച്ചാൽ എന്തില്ല, ആൻസർ കിട്ടൂല. ഇഫ് ക്ലോസ് മര്യാദയ്ക്ക് പഠിക്കണം. ഓക്കെ, കൃത്യമായ 3 കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നാൽ അടുത്തതെന്ന് പറയും, ഇഫ് ദ സിറ്റുവേഷൻ കണ്ടിന്യൂസ് ദ സെയിം. സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ടു മെനി ലൈഫ് ഡാഷ് ലോസ്. ഏതായിരിക്കും ഇവിടെ വരിക? ഇത് ഏതാ കണ്ടീഷന്? ഒന്ന് പറഞ്ഞേ, ഏതാണ് കണ്ടീഷൻ? ഏതാണ് കണ്ടീഷൻ? വിൽ ലൂസ് എന്ന് ആൻസർ പറയുന്നുണ്ട് ആൾക്കാര്. വില്ല് മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. വിൽ ഓർ ഷാൽ ഓർ മേ ബി ലോസ്റ്റ് അല്ലെ? വിൽ ഓർ ഷാൽ ഓർ വിൽ ലൂസ് എന്ന് എഴുതിയാലും ആൻസർ റെഡിയാണ്. ഓക്കെ, വിൽ ലൂസ് മതി, ആൻസർ ആയി. ഒരാൾക്ക് സംശയം, ഇത് നമ്മൾ എന്തിനാ ഡിസ്കസ് ചെയ്യുന്ന കാര്യം, അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പബ്ലിക് എക്സാമിന്റെ ഒരു മോഡലാണ് ഇത്. ഈ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് തന്നെ ഇതിന്റെ ഒരു രീതി തന്നെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചു വെച്ചത് കഴിഞ്ഞതാണ്, ഒരു വർഷം ഇരുന്ന് പഠിച്ചതാണ്. ഇനി ആ സിലബസ് മുഴുവനും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇഷ്ടംപോലെ മേഖലകൾ നിങ്ങൾക്ക് എവിടെ ഉണ്ട്, നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുണ്ട്. നാളെ നമ്മൾ അതെല്ലാം ഒന്ന് ഓടിച്ച് പറയുകയും ചെയ്യും. ഓക്കെ, സിലബസിൽ പഠിക്കാനുള്ള ഗ്രാമർ, പ്രപ്പോസിഷൻ ഉണ്ട്, പാസീവ് വോയിസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് കണ്ണോടിച്ച് പോവാം, എങ്ങാനും ചോദിച്ചാലോ ഒന്ന് എഴുതിയിട്ട്. പക്ഷെ മിക്കവാറും എങ്ങനെയാ ഈ ഒരു മോഡൽ എക്സാമിന്റെ ഒരു തനി വേറെ രീതി തന്നെ ആയിരിക്കും എന്ത് നമ്മുടെ പബ്ലിക് എക്സാം ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. എക്സ്പ്ലെയിൻ ദ പോയറ്റ്സ് വ്യൂ ഓൺ ദ ഗിവൺ ലൈൻസ് ഓഫ് ദ പോയം ഇഫ്. ഇഫ് എന്ന് പറയുന്ന ഈ പോയറ്റിക് ലൈൻസിന്റെ, പോയത്തിലെ ഈ ലൈൻസിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് വായിച്ചു നോക്കുക പോയറ്റിക് ലൈൻസ്. If you can meet with triumph and disaster and treat those two impostors just the same. ഈ രണ്ട് ലൈൻസും നമ്മൾ എന്ത് ചെയ്യണം, വിശദീകരിച്ച് പറയണം. അപ്പൊ ഒരുപാട് മാർക്കിനൊന്നുമില്ല, 2 മാർക്കിനാണ്. സോ എളുപ്പത്തിൽ പറഞ്ഞാൽ മതി. ട്രിംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ വിജയവും പരാജയവും എന്താ അർത്ഥം? ഓക്കെ, വിക്ടറി ആൻഡ് ഫെയിലിയർ ആണ്. അപ്പൊ ഇതിനെ രണ്ടിനെയും നിങ്ങൾ ഒരേപോലെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ ട്രിംഫ് ആൻഡ് ഡിസാസ്റ്റർ ആർ വിക്ടറി ആൻഡ് ഫെയിലിയർ are to be treated as a pretenders in our treated as pretenders in our life. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രിറ്റൻഡേഴ്സ് ആയിട്ടാണ്, നടിക്കുന്ന ആളുകളായിട്ടാണ് അവരെ കണക്കാക്കേണ്ടതെന്ന്. എന്താ കാരണം നോക്കാം. ദേ ബോത്ത് നെവർ കൺസിസ്റ്റന്റ്. അവർ രണ്ടുപേരും കൺസിസ്റ്റന്റ് അല്ല. അതുകൊണ്ട് തന്നെയാണ് എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വിജയിച്ചു, നാളെ ചിലപ്പോൾ എനിക്ക് പരാജയമാവാം. നാളെ ഞാൻ പരാജയപ്പെട്ടു, എന്നാൽ മറ്റന്നാൾ എനിക്ക് വിജയമായിരിക്കാം. അപ്പൊ അതുകൊണ്ട്
ഇന്ന് വിജയിച്ച് അതിന് മേലെ മതിമറന്ന് ആഹ്ലാദിക്കരുത്. ഓക്കെ, അതുപോലെ ഡിസാസ്റ്റർ വന്നു, പരാജയം വന്നു, അതിന്റെ മേലെ അതിയായി ദുഃഖിക്കുകയും ചെയ്യരുത് എന്നതാണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത്. കുറച്ചുകൂടെ വിശദീകരിക്കുകയാണെങ്കിൽ they keep on changing in a person's life forever. So don't get overconfident and proud of your victories, and also don't get fully disappointed over your failures in life. Okay, ഇതാണ് അതിന്റെ ആൻസർ. 2 മാർക്കാണ്. അപ്പൊ അത്ര എഴുതിയാൽ മതി. 2 സെന്റൻസ് എഴുതിയാലും മാർക്കാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് edit the following passage. ഇതും കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. Last year I pay him a visit. I thought I would go and see how things was with him. On his letters, my brother called his estate Chimborazo corner or Himalaya sky. I arrived at Himalaya sky in afternoon. Last year, ഏതാണ് ഇവിടെ മിസ്റ്റേക്ക്? അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ ഇങ്ങനെ മിസ്റ്റേക്ക് മാത്രം എടുത്ത് എഴുതാം. അതിനേക്കാളും സേഫ് ആയിട്ടുള്ളത് ഈ ലൈൻസ് മുഴുവൻ അങ്ങോട്ട് എഴുതിയെടുക്കുക, മിസ്റ്റേക്സ് എഡിറ്റ് ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതാണ് ഏറ്റവും നല്ലത്. ചില ആൾക്കാർ എന്തെങ്കിലും മാർക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ എഴുതി വെക്കും, എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യൂല. മനസ്സിലായല്ലോ? ഇത് മാനുവലി നോക്കുന്ന സാധനമാണ്. പേപ്പർ എന്ന് പറയുന്ന പേപ്പർ കറക്ഷൻ മനുഷ്യന്മാർ നോക്കുന്നതാണ്. അപ്പൊ അവരെ എളുപ്പമാക്കി കൊടുക്കണം, നമ്മുടെ കറക്ഷൻ എളുപ്പമാക്കി കൊടുക്കണം. നമ്മൾ തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇനി ലാസ്റ്റ് ഇയർ, കാരണം നിങ്ങൾക്ക് ബാക്കിയുള്ള മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസിനൊക്കെ മാർക്ക് ഇടേണ്ടത് ഈ ആളാ, നോക്കുന്ന ആളാണ്. ക്ലിയർ അല്ലേ? ലാസ്റ്റ് ഇയർ ഐ പേ ഹിം എ വിസിറ്റ് എന്ന് പറഞ്ഞത് തെറ്റാണ്. ഐ പെയ്ഡ് എന്നാണ് ഇവിടെ വരേണ്ടത്, കാരണം ലാസ്റ്റ് ഇയറിൽ നടന്ന സംഭവമാണ്. ഐ പെയ്ഡ് ഹിം എ വിസിറ്റ്. ഐ തോട്ട് ഐ വുഡ് ഗോ ആൻഡ് സീ ഹൗ തിങ്സ് വാസ് ഗോയിങ് തെറ്റാണ്. തിങ്സ് എന്ന് പറയുമ്പോൾ അവിടെ കുറെ സാധനങ്ങളുണ്ട്. ഹൗ തിങ്സ് വേർ ഗോയിങ്, സോറി വേർ വിത്ത് ഹിം എന്നാക്കണം. വാസ് പ്രസന്റ് സിംഗുലർ ആണ്, അത് തിങ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. സോ വേർ എന്നാക്കണം. ദേ വേർ എന്നാണ് നമ്മൾ പറയാ, ഹി വാസ് എന്നാണ് പറയാ. അപ്പൊ അതുകൊണ്ട് വേർ. ഓൺ ഹിസ് ലെറ്റേഴ്സ് മൈ ബ്രദർ കോൾഡ് ഹിസ് എസ്റ്റേറ്റ് ചിംബറസ്കി കോർണർ ഓർ ഹിമാലയ സ്കൈ. ഐ അറൈവ്ഡ് അറ്റ് ഹിമാലയസ്. ഓക്കെ, ഓൺ ഹിസ് ലെറ്റേഴ്സ് തെറ്റല്ലേ? ഓൺ ഹിസ് ലെറ്റേഴ്സ് ഒരിക്കലും പറയില്ല. ലെറ്ററിന്റെ മേലെയോ ഇൻ ഹിസ് ലെറ്റേഴ്സ് ആണ് പറയാ. അപ്പോ ഇന്നാണ് അവിടെ, ഓൺ എന്ന് മിസ്റ്റേക്ക് ആണ്. ലാസ്റ്റ് മിസ്റ്റേക്ക്, ഐ അറൈവ്ഡ് അറ്റ് ഹിമാലയ സ്കൈ ഇൻ ആഫ്റ്റർനൂൺ അല്ല, ഇൻ ദ ആഫ്റ്റർനൂൺ ആണ്. ഇൻ ദ മോർണിംഗ് എന്നാണ് പറയാ, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ് എന്നാണ് പറയാ, അറ്റ് നൈറ്റ് എന്നുമാണ് പറയാ. അപ്പോ ഇൻ കഴിഞ്ഞിട്ട് ഒരു ദ അവിടെ ചേർക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ 4 മിസ്റ്റേക്സ് ആണുള്ളത്. നമ്മൾ എങ്ങനെ 4 മിസ്റ്റേക്സ് ആണെന്ന് മനസ്സിലാക്കുക? ഇത് നോക്കിയാൽ മതി, 4 മാർക്കായിരിക്കും. അപ്പൊ 4 മിസ്റ്റേക്സ്. ക്ലിയർ അല്ലേ? ഇൻ ദ, വെരി ഗുഡ്. വേറെ he and okay, ഇനി അടുത്ത the army chief of Northwest Frontier Regiment sent an email to Frank's mother informing about his death in the war. Prepare the email. ഇമെയിലിന്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് നമുക്കറിയാം. ഒരു ബോക്സ് അല്ലെ, ആ ബോക്സ് വരച്ചതിന് ശേഷം അതിനകത്ത് 3 കള്ളികൾ വരയ്ക്കാം. ആ 3 കള്ളിക്കകത്ത് ആദ്യത്തെ കള്ളിക്കകത്ത് നമ്മൾ എന്താ എഴുതേണ്ടത്? ടു. ആർക്കാണോ അയക്കുന്നത് അയാളുടെ പേര് അഡ്രസ് ചെയ്താ, ഇമെയിൽ അഡ്രസ് ചെയ്താ. താഴെ തൊട്ട് താഴെ CC എഴുതാ, CC കോളം ബ്ലാങ്ക് ആക്കിയിടാ. അടുത്തതിൽ സബ്ജക്ട് ചെയ്താ, സബ്ജക്ട് എന്താന്നുള്ളത് നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ആ സബ്ജക്ട് എടുത്തത് നേരെ എഴുതിയാൽ മതി. താഴെ നമ്മളുടെ മാറ്റർ എന്താണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പൊ എന്ത് ലെറ്റർ ആണ്, എന്താ നമ്മൾ എഴുതാൻ പോകുന്നത്? കണ്ടോളൻസ് ആണ് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, മെസ്സേജ് അബൌട്ട് ഫ്രാങ്ക്സ് ഡെത്ത് ഇൻ ദ ബാറ്റിൽ, അങ്ങനെ പറയാം. എ നോട്ട് ഓഫ് കണ്ടോളൻസ് എന്ന് പറയാം. ന്യൂസ് അബൌട്ട് ദ ഫ്യൂണറൽ ഓഫ് അറ്റ് മോണ്ട് മ്യൂറോ എന്ന് പറയുന്ന സ്ഥലത്ത്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലെറ്റർ എഴുതുന്നത് പോലെ തന്നെ നിങ്ങൾ അതിന്റെ കണ്ടന്റ് എഴുതിയാൽ മതി. വളരെയധികം സ്പെസിഫൈ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ കുറെ വലിച്ചു നീട്ടിയെന്ന് എഴുതണ്ട. വളരെ ബ്രീഫായിട്ട് എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ ഒരു ലെറ്ററിന്റെ ഫോർമാറ്റിൽ തന്നെ നേരെ എഴുതി വെച്ചാൽ മതി. മകൻ മരിച്ചിട്ടുണ്ട്, ഇന്ന അപകടത്തിലാണ്, പഞ്ചാബിലാണ് അതിനെ അടക്കം ചെയ്തിട്ടുള്ളത്, മൈ ഹാർട്ട്ലി കണ്ടോളൻസ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഇതാണ് ഏത് ഇമെയിലിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഒ ഫാൽട്രി is a true parable about overcoming fears in life. Comment on the title of the story.
അപ്പോൾ ഈ ടൈറ്റിലിനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ടൈറ്റിൽ എന്താണ്? ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആ സ്റ്റോറിയെ കുറിച്ചിട്ട് ആദ്യം പറയണം. ആ സ്റ്റോറിയിൽ എന്ത് കാര്യമാണ് സംഭവിക്കുന്നത്? ഒരു അമ്മ കൊടുക്കുന്ന മോട്ടിവേഷൻ ആണ്, അല്ലെങ്കിൽ അച്ഛനമ്മമാർ കൊടുക്കുന്ന ഇൻസ്പിറേഷൻ ആണ് കുട്ടികളെ സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് ഹ്യൂമൻ ബീയിങ്സുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണെന്ന് പറയണം. എന്നിട്ട് ലാസ്റ്റ് പറയാം thus this title is an apt title to this story. ഓക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ അവസാനിപ്പിക്കണം. 16th one, where you travel, enjoy and be safe. Wherever you travel, enjoy and be safe. Prepare a 2 do's and don'ts for the safe travel. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 2 ഡൂസും 2 ഡോൺസും എഴുതാനാണ്. എന്തിന്? ഫോർ സേഫ് ട്രാവൽ. സെന്റൻസ് കറക്റ്റ് ആണെങ്കിൽ 4 മാർക്ക് ഉറപ്പാണ്. അപ്പൊ എന്തൊക്കെയാണ് സെന്റൻസുകൾ? ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന നല്ല യാത്രയ്ക്ക്, സേഫ് ആയതും എൻജോയ് ചെയ്യാൻ പറ്റുന്ന യാത്രയ്ക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയാം. ക്യാരി നെസസറി മെഡിസിൻസ്, ക്യാരി ക്ലോത്ത്സ് അപ്രോപ്രിയേറ്റ് ഫോർ ദ ക്ലൈമറ്റ്, ടു ദ ക്ലൈമറ്റ്. ഓക്കെ, ക്യാരി ക്ലോത്ത്സ് അപ്രോപ്രിയേറ്റ് ടു ദ ക്ലൈമറ്റ്, ക്യാരി സം എസെൻഷ്യൽ മെഡിസിൻസ് എന്നും പറയാം. 2 പോയിന്റ് ആയി ഡൂസിൽ. ഇനി താഴെ ഡോൺസിൽ പറയാം. ഡോണ്ട് ക്യാരി എക്സസ് ക്യാഷ്, ഡോണ്ട് ആക്സെപ്റ്റ് ഫുഡ് ഫ്രം സ്ട്രേഞ്ചേഴ്സ് എന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ അവസാനിപ്പിക്കാം. നെക്സ്റ്റ്, ഷിപ്പിംഗ് കമ്പനി and the passenger tourists have decided to acknowledge the meritorious service of Hassan during the pandemic. Dr. A.J. Cronin was asked to introduce Hassan in the felicitation program. Prepare the script of the introductory speech. അപ്പോൾ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാണ് ഷിപ്പിംഗ് കമ്പനിയും അതുപോലെ തന്നെ അതിലെ പാസഞ്ചേഴ്സും എല്ലാം കൂടെ ഹസനെ അനുമോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാണ്. അതിനകത്ത് A.J. Cronin ആണ് ഹസനെ പരിചയപ്പെടുത്തുന്നത്. അയാൾ എങ്ങനെയായിരിക്കും ഹസനെ പരിചയപ്പെടുത്തുക? അപ്പം ജസ്റ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമ്മൾ സ്പീച്ചിന്റെ ഫോർമാറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എല്ലാം ഫസ്റ്റ് പേഴ്സണിൽ തന്നെ പറയാം. ഞാൻ ആരാന്ന് അദ്ദേഹം ആദ്യം പറയട്ടെ. A.J. Cronin അല്ലെ, ഐ വാസ് ദ ഫിസിഷ്യൻ ഇൻ ദ ഷിപ്പ്. ആ സംഭവങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് അദ്ദേഹത്തിന് പറയാം. ഹസന്റെ ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, ഓക്കെ, അദ്ദേഹം കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, മരിച്ചുപോയ ആളുകളെ കൈകാര്യം ചെയ്തതും അസുഖക്കാരായ ആളുകളെ കൈകാര്യം ചെയ്തതും അതുപോലെ തന്നെ ഡോക്ടറിന്റെ കൂടെ തന്നെ ഡോക്ടറിന് വലിയൊരു സപ്പോർട്ടായിട്ട് നിന്നതും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശദമായിട്ടും പറയാൻ പറ്റും ഇതിനകത്ത്. സോ അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു സ്പീച്ച്. ശ്രദ്ധിക്കേണ്ടത് ഈ ഹസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീച്ചാണെന്നുള്ളത് മാത്രമാണ്, മാറിപ്പോകാൻ നോക്കിയാൽ മതി. 18th one, Media Club of your school has decided to conduct a debate on the topic, does modern technology ruin human interactions? Write 4 arguments in favor of the topic. ഈ ടോപ്പിക്കിനോട് ഫേവർ ചെയ്തുകൊണ്ട് യെസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 4 ആർഗ്യുമെന്റ്സ് തയ്യാറാക്കണം. Does modern technology ruin the human interactions? Yes, modern technology has or modern tech has ruined the human interactions even in the family. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഫാമിലിയിൽ പോലും ആ ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം നമുക്ക്. പിന്നെ വേറെ ഒന്ന്, മോഡേൺ ടെക് ഹാസ് മെയ്ഡ് പീപ്പിൾ ഇറ്റ്സ് സ്ലേവ്സ്, അതിന്റെ അടിമകളാക്കിയിരിക്കുന്നു. പിന്നെ പീപ്പിൾ ഹാവ് മോർ ഓൺലൈൻ ഫ്രണ്ട്സ് ദാൻ ഇൻ ദെയർ നൈബർഹുഡ്. വേറെ ഒന്ന്, ഇൻക്രീസ് ഓഫ് സൂയിസൈഡ് എമംഗ് അഡോൾസൻസ് ആൻഡ് അഡൾട്ട്സ് ആർ കോമൺ. അപ്പൊ ഇത് ഒരു 4 ഇതന്നെ ആണെന്നില്ല, നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ എങ്ങനെയും പറയാം. 19ാമത്തെ ചോദ്യം, ദ ഡീറ്റെയിൽസ് ഓഫ് Srimati Lata Mangeshkar's life and achievements are given below. Using them, prepare a profile. ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഹെഡിങ് കൊടുക്കണം. ലതാ മങ്കേഷ്കർ തന്നെ കൊടുത്താൽ മതി. അവർ ജനിച്ച വർഷം കൊടുത്തിട്ടുണ്ട്. അല്ല, ഇതൊരു ഡേറ്റ് ആണ്. അപ്പൊ ഡേറ്റിന് മുമ്പിൽ നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഓൺ ആണ് ചേർക്കേണ്ടത് അല്ലെ. ഷി വാസ് ബോൺ ഓൺ 28 September 1929. ഇനി 2 സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്ഥലത്തിന് മുമ്പില് അറ്റ്, രണ്ടാമത്തെ സ്ഥലത്തിന് മുമ്പില് ഇന്ന്. ഷി വാസ് ബോൺ അറ്റ് ഇൻഡോർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് 2ാമത്തെ സെന്റൻസ് ആയി. ഇനി നോട്ടബിൾ അവാർഡ്സ്, ഫിലിം നാഷണൽ ഫിലിം അവാർഡ്, ഫിലിം ഫെയർ ലൈഫ് അച്ചീവ്മെന്റ് അവാർഡ്, പിന്നെ അതുപോലെ തന്നെ പത്മശ്രീ, അതൊക്കെ ഓണേഴ്സ് ആണ്. നോട്ടബിൾ അവാർഡ്സ്, ഷി വാസ് അവാർഡഡ് വിത്ത് നാഷണൽ ഫിലിം അവാർഡ്സ്, ഫിലിം ഫെയർ അച്ചീവ്മെന്റ് അവാർഡ് ആൻഡ് ഷി വാസ് ഓണേർഡ് വിത്ത് പത്മഭൂഷൺ. അങ്ങനെ മാറ്റി മാറ്റി എഴുതാം. ഓണേർഡ് ഇൻ 1969 അത് എഴുതണം. അതുപോലെ തന്നെ ഷീ വൺ
ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്. അതുപോലെ തന്നെ ഷീ വാസ് ഗിവൺ പത്മ വിഭൂഷൺ in 1999 and she bagged the Bharat Ratna in 2001 എന്നൊക്കെ ഓരോ സെന്റൻസും ഒരേപോലെ ആവർത്തിക്കാണ്ട് റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, സെന്റൻസുകളുടെ സ്റ്റൈൽ ഒന്ന് മാറ്റാം. Occupation, she was a playback singer, a music composer and a film producer. Then other names നിങ്ങൾ സെന്റൻസ് ആക്കിയിട്ട് പറയാം. ഡെത്ത്, she was died അല്ലെങ്കിൽ she passed away on ഡേറ്റിന് മുമ്പിൽ. ആ പ്രപ്പോസിഷൻസിന് മാർക്കുണ്ട്, ടൈറ്റിലിന് മാർക്കുണ്ട്, സെന്റൻസുകൾ സെൻസിബിൾ ആയ സെന്റൻസുകളിൽ എഴുതുന്നുണ്ടെങ്കിൽ അതിനും മാർക്കുണ്ട്. അങ്ങനെയാണ് പ്രൊഫൈലിന്റെ മാർക്ക് പോകുന്നത്. നമ്മളെ 20th ക്വസ്റ്റ്യൻ നോക്കാം. Elaborate the idea given in the lines of the poem Death the Leveler. Only actions of the just smell sweet and blossoms in their dust. കുറച്ച് വിശദമാക്കി എഴുതണം. 4 മാർക്കിന്റെ ചോദ്യമാണ്. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ജസ്റ്റ്, നീതിമാനായി ജീവിച്ചാലേ, നിങ്ങളുടെ നന്മയെക്കുറിച്ച് മാത്രമേ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, പുകഴ്ത്തപ്പെടുകയുള്ളൂ, ആളുകൾ പറയുകയുള്ളൂ. അതാണ് സ്വീറ്റ് സ്മെൽ ബ്ലോസം എന്ന് പറയുന്നത്, ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നല്ല ഓർമ്മകൾ മാത്രമേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ, എടുത്തു പറയുകയുള്ളൂ എന്ന ആ ഒരു ആശയമാണ് അവിടെ വരുന്നത്. അത് വൃത്തിയായിട്ടും എന്ത് ചെയ്യണം, എഴുതണം. 6 മാർക്കിന്റെ ഭാഗമാണ് ഇനി അടുത്തത്. ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻസ് നോക്കണേ. ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാം കൂടി എഴുതി വെച്ച് സമയം ഉണ്ടാവില്ല ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. 21st question. Mr. Gupta as friendly character is ready to adjust with the need of others. Prepare the character sketch of Mr. Gupta. Mr. Guptന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്കൊക്കെ പറയാം, ക്യാരക്ടർ സ്കെച്ച് ഒക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ മിസ്റ്റർ ഗുപ്ത, അതുപോലെ തന്നെ ഹസൻ, അതുപോലെ തന്നെ നമ്മുടെ മാഗ്രറ്റ് ക്ലിഫോർഡ് എന്ന് പറയുന്ന മാഗി, ഇത്രയും ക്യാരക്ടർ സ്കെച്ച് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. മിസ്റ്റർ ഗുപ്തൻ്റെ ഹെഡിങ് കൊടുക്കുന്നു. അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അറിയാമെങ്കിൽ അത് പറയാം. അയാൾ ആരാണെന്ന് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അറിയാമെങ്കിൽ അത് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാം. അയാളുടെ ക്യാരക്ടർ ട്രേറ്റ്സ് പറയാം. അയാൾ എന്തെങ്കിലും സ്വഭാവക്കാരനാണ്, ആ സ്വഭാവത്തിനെ ശരിവെക്കുന്ന സംഭവങ്ങൾ സ്റ്റോറിക്കകത്തുനിന്നും എടുത്തു പറയുക. ഇത്രയും മതി നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ച് കംപ്ലീറ്റ് ആവാൻ. ഓക്കെ, അതിന് ഒരുപാട് എഴുതണമെന്നൊന്നുമില്ല. ആ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയി. You are the reporter of the leading news channel and was assigned to report a live TV program, Turtles Calling Ritual in Namuana Village. എപ്പോഴും ഈ ലൈവ് ടി വി റിപ്പോർട്ട് ചോദിക്കാറ് ഈ ഒറ്റ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ആ ചാപ്റ്ററിനകത്തുനിന്നും അതും പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു ladies and gentlemen, we are all waiting to see the ceremony. A large crowd has been loaded here from the afternoon itself. We can see everyone is in enthusiastic mood. All are eager to see what happens later moments. Yes, we can see some women are coming into the bay. They are chanting some songs. എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം നിങ്ങൾക്കറിയാം. ആ ഒരു റിപ്പോർട്ടർ, ലൈവ് റിപ്പോർട്ടർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. നമ്മുടെ അവസാനം പറയുമ്പോൾ ദിസ് ഇസ് എന്താണ്, അരുൺ ഗോപാലകൃഷ്ണൻ ഫ്രം ഇന്ത്യ വിഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ചാനലിൻ്റെ പേരും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. നെക്സ്റ്റ് 23. Nicola's dearest dream had come true and he became an estate owner. You are a staff reporter of Daily and decided to interview him for the Daily. Prepare 6 interview questions and possible answers. അപ്പോൾ 6 ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും വേണം. ശരിക്കും 3 ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ് ചോദിക്കാറ്. ഇവിടെ ഒരു മിസ്റ്റേക്കാണ്. ശരിക്കും 6 ആൻസർ എന്ന് പറഞ്ഞാൽ 12 മാർക്ക് തരണം. ഇവിടെ അങ്ങനെയല്ല, 3 ചോദ്യവും 3 ആൻസേഴ്സുമാണ് ശരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. അപ്പോൾ അത് ഒരു ടെക്നിക്കൽ എററായിരുന്നു. ഏതായാലും നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ നാളെ മുഴുവനും ഉണ്ട് ഇവിടെ അല്ലേ. നിങ്ങളിത് മുഴുവൻ പഠിച്ചെടുത്തിട്ടേ നമ്മൾ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പേടിയും വേണ്ട. നമ്മൾ ഏത്
ക്വസ്റ്റ്യൻ വരെയാണ് നേരത്തെ നിങ്ങൾക്ക് കിട്ടിയത്? ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു, സ്റ്റക്കായതൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എവിടെ വരെയാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് പറയാം. ആ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് കമൻറ്റ് ചെയ്യും. നമ്മൾ ലാസ്റ്റ് നിങ്ങളോട് ഡിസ്കസ് ചെയ്ത നിങ്ങൾ കേട്ട ക്വസ്റ്റ്യൻ നമ്പർ ഏതായിരുന്നു? 23 ആണോ 24 ആണോ ഏതായിരുന്നു അത്? കമൻ്റ് ഒന്നും കാണുന്നില്ല, ഞാൻ തുടങ്ങിയാലോ? ഏതായിരുന്നു? 23 ആണോ? ഓക്കെ, 23-ൽ നമുക്കൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. 23 കിട്ടിയിട്ടുണ്ട്. 23 കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, എന്നാൽ 24 വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Having read the story Conceptual Fruit, you feel interested in the cause of differently abled children and decide to highlight their problems. Write a letter to the editor of a prominent daily commenting on the plight and needs of such a children. Okay, അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ, ഒരുപാടുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഈ കോൺസെപ്ഷണൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ആ കുട്ടീനെ കണ്ടില്ലായിരുന്നോ? അയാളുടെ മകളെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പോലുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എഡിറ്ററിന് നിങ്ങളൊരു ന്യൂസ് പേപ്പർ ഒരു ലെറ്റർ എഴുതണം. മനസ്സിലായില്ലേ? അപ്പോൾ എഡിറ്ററിന് നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യം തന്നെ ഒരു കോളം, ആ കോളത്തിൻ്റെ അകത്ത് ആദ്യത്തെ ഹെഡിങ് എന്തായിരിക്കണം? ഫ്രം ആർക്കാണ്? ഫ്രം എവിടെ നിന്നാണ് നമ്മൾ അയക്കുന്നത്? നമ്മുടെ അഡ്രസ്സ് പ്ലസ് ഡേറ്റ്, താഴെ ഡേറ്റ്, ആ ഡേറ്റും താഴെ ടു എന്ന് പറയുന്ന ഒരു അഡ്രസ് തുടങ്ങണം. ടു ദ എഡിറ്റർ. ഏതാണ് പത്രത്തിൻ്റെ പേര്? ദ ഹിന്ദു എന്നോ അല്ലെങ്കിൽ ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്നോ കൊടുക്കുക. താഴെ ഡൽഹി, താഴെ റെസ്പെക്റ്റഡ് സർ, അതിന് താഴെ സബ്ജക്റ്റ്. ഫോർമാറ്റ് ആണ് ഇത്രയും. ഫോർമാറ്റിന് മാർക്കുണ്ട്. ഓക്കെ, ഫോർമാറ്റിന് 2.5 മാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടും പാലിക്കുക. സബ്ജക്റ്റ് ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് കിട്ടാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യനിൽ നോക്കിയാൽ സബ്ജക്റ്റ് കിട്ടും. തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലെറ്റർ എഴുതുന്നത് എങ്ങനെയാണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ട് ആ കോൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാം. ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ആളുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ടും നിങ്ങളുടെ ന്യൂസ് പേപ്പറിൻ്റെ ഒരു കോളം ഇവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ എഡിറ്റോറിയലിൽ ഇന്ന കുറച്ച് കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെറ്റർ എഴുതേണ്ടത്. താഴെ യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, അത്ര എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, പിന്നെ നമ്മൾ എഴുതുന്നതിന് ലാംഗ്വേജിനാണ് മാർക്കുള്ളത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത 25th ക്വസ്റ്റ്യൻ നോക്കാം. 20 നോക്കാം. 25th, Dr. APJ Abdul Kalam ignited the minds of the youth through his motivational speech, I will fly. Prepare a write-up on the central idea of the speech. ഓക്കെ, അപ്പോൾ ഈ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു എന്താ പറയുക സമ്മറി അത് ഞാൻ നാളെ തരും. എന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ചില ആളുകൾക്ക് പോയിന്റുകളാക്കി പഠിക്കാനായിരിക്കും എളുപ്പമുണ്ടാവുക. പോയിന്റ്സ് ഒക്കെ അതാണ് ഏറ്റവും നല്ലത്. ഒരു 12 പോയ 10 പോയിന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ആ പോയിന്റുകൾ മാത്രം നോക്കി വെച്ചാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റിൻ്റെ ഫോർമാറ്റുകളിലേക്ക് ബാക്കി കൊടുത്താൽ ആൻസറായി. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ പഠിക്കുക. ആ 2 രീതി നമ്മൾ ചെയ്യും. പാരഗ്രാഫ് പഠിക്കാൻ പറ്റുന്നവർ, കഥ മനസ്സിലാക്കി വെച്ചിട്ട് അത് എഴുതാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ പഠിക്കുക. ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടാവണം. ആ പോയിന്റുകൾ നമ്മൾ വായിക്കുമ്പോൾ ധാരണ ഉണ്ടാവും. അത് ഒരു റൈറ്റപ്പ് രൂപത്തിൽ എഴുതാനാണ് പറയുന്നത്. ഒരു പാരഗ്രാഫ്, 2 പാരഗ്രാഫ് എഴുതാനാണ് ഉദ്ദേശിച്ചത്. The young seagull made its first flight thanks to his mother's timely intervention. Have your parents ever made any such timely interventions in order to refill self-confidence in you? Narrate one such incident in about 80 words. നിങ്ങളുടെ പാരൻസ് എപ്പോഴെങ്കിലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺഫിഡൻസ് നൽകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം, വെറുതെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പം അങ്ങോട്ട് തള്ളുക.
മനസ്സിലായില്ലേ? ഇന്ന പാരൻസ് എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഭാവനയിൽ അങ്ങനെ സംഭവം കൊണ്ടുവരിക, ഇനി റിയൽ ആയിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിനെ പറ്റി എഴുതുക, ഒരു ഹെഡിങ് ഒക്കെ കൊടുക്കുക. ഓക്കെ, മൈ മദർ എ ഗ്രേറ്റ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഭയങ്കര കളർഫുൾ ആയിട്ട് ഒരു ഹെഡിങ് കൊടുക്കുന്നു, താഴെ ഒരു സംഭവം ഇങ്ങനെ നടക്കുന്ന പോലെ. കാരണം ഇത് നമുക്ക് എന്തും എഴുതാൻ പറ്റുന്നതാണ് അല്ലേ. ഈ ചാപ്റ്റർ ഇത് എഴുതണമെങ്കിൽ നമുക്ക് ഈ ഐ വിൽ ഫ്ലൈ അറിയണം. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചോയ്സ് ഉണ്ട്, ഇത് വേഗം പിടിക്കുക, ഇതിൻ്റെ മാക്സിമം എന്ത് ചെയ്യുക, എഴുതി പിടിപ്പിക്കുക. ഇനി നെക്സ്റ്റ്, William Wordsworth in the poem To Sleep glorifies sleep. He called sleep as a dear mother of fresh thoughts and joyful health. And a paragraph about your attitude to sleep in the light of the poem. ഇവിടെയും നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീപ്പിൻ്റെ കുറേ പോസിറ്റീവ് വശങ്ങൾ അതന്നെ പോയത്തിലും പറയുന്നത് അല്ലേ. അപ്പോൾ പോയത്തിൽ പറയുന്ന കാര്യങ്ങൾ അത്ര അറിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പോയിന്റുകൾ നോക്കിയാൽ വേഗം മനസ്സിലാവും. കുറച്ച് പോയിന്റ്സ് ഉള്ളൂ അതിനകത്ത്. ആദ്യത്തെ പാസേജ് എന്താണ്, സ്റ്റാൻഡ്സയിൽ ഇതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ അദ്ദേഹം നേച്ചറിൻ്റെ ബ്യൂട്ടിയാണ് പറയുന്നത്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് ചിന്തകളാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസിൽ അദ്ദേഹം ഉറക്കൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും അല്ലെ, മൂന്നാമത്തെ സ്റ്റാൻസിൽ ഉറക്കത്തേടെ എങ്ങനെയെങ്കിലും ഒന്ന് തന്നെ ഒന്ന് പുൽകണം, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എങ്ങനെ പരിതാപകരമായിരിക്കും എന്ന് പറയുന്ന ഒരു സോണറ്റാണ് ഈ സ്ലീപ്പ് എന്ന് പറയുന്നത്. അതൊക്കെ വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കമ്പയർ ചെയ്യുക, നമ്മുടെ ഐഡിയയും ആയിട്ട് കണക്ട് ചെയ്ത് പറയുക. ആദ്യം പറയേണ്ടത് നമ്മളെ ഐഡിയ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ എന്താ തോന്നുന്നത്, സ്ലീപ്പ് എന്ന് പറയുന്നത് റെസ്റ്റ് ആണ്, അല്ല അത് അത്യാവശ്യമാണ്, എത്ര മണിക്കൂർ ഉറങ്ങണം, അത് ഒരു നല്ല ഹെൽത്തി ലൈഫിന് വളരെ ഹെൽത്തി ലൈഫിനും അതുപോലെ തന്നെ നമ്മളെ ഹെൽത്തിനും ഒക്കെ, മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് അവൻ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പിന്നെ വേർഡ്സ്വർത്തിന് ഉണ്ടായ അനുഭവം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്തേക്കും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 6 മാർക്കിൻ്റെ ആൻസറായി. നെക്സ്റ്റ് 28th ക്വസ്റ്റ്യൻ. സ്പോർട്സ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് കണ്ടക്റ്റഡ് എ സെമിനാർ ഓൺ ദ ടോപ്പിക് ദ ഇമ്പോർട്ടൻസ് ഓഫ് യോഗ ഇൻ ഡെയിലി ലൈഫ്. In connection with the International Yoga Day, prepare a report of the seminar. എന്താണ് ഈ സെമിനാർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഈ കഴിഞ്ഞ വർഷവും ഇതിന് മുമ്പത്തെ വർഷത്ത് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. റിപ്പോർട്ട് തയ്യാറാക്കാൻ, അതിൽ പറഞ്ഞ സെമിനാർ റിപ്പോർട്ട് എന്നല്ല, റിപ്പോർട്ട് തയ്യാറാക്കാൻ. റിപ്പോർട്ട് എന്ന് പറഞ്ഞാലും സെമിനാർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാലും ഒക്കെ അപ്പോൾ ആ തവണ ചോദിച്ചത് ഇതുപോലെയല്ല. അതിലിങ്ങനെ കുറേ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. വെൽക്കം സ്പീച്ച്, ഇനോഗ്രൽ അഡ്രസ്, അത് ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസ് അതും കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക്. എന്ന് വെച്ചാൽ സെമിനാർ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം ഇവിടെ നടന്നിട്ടുണ്ട്, ആ പ്രോഗ്രാമിൻ്റെ മേലെ നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കലാണ്. എന്ന് വെച്ചാൽ എ പ്രോഗ്രാം വാസ് കണ്ടക്റ്റഡ് ഓൺ ദിസ് ഡേറ്റ്, ഏതാ ഡേറ്റ് ഏതാ, ഓക്കെ, എവിടെ, ഇൻ ദ സ്കൂൾ, ഇൻ ആർ സ്കൂൾ, ഓൺ ദ ടോപ്പിക് ദ ഇമ്പോർട്ടൻസ് ഓഫ് യോഗ ഇൻ അവർ ഡെയിലി ലൈഫ് ഇൻ കണക്ഷൻ വിത്ത് ഇന്റർനാഷണൽ യോഗ ഡേ. ഇതാണ് ആദ്യത്തെ സെന്റൻസ്. എന്നിട്ട് പറയാം ആരൊക്കെ വന്നു, ആരൊക്കെ വെൽക്കം സ്പീച്ച് പറഞ്ഞു, ആരാണ് ഇനോഗ്രേഷൻ നടത്തിയത്, ആരാണ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ ബ്രീഫായിട്ടോ അല്ലെങ്കിൽ നീട്ടി വായിച്ചോ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം. ആ ഒരു ഏരിയ നിങ്ങൾക്ക് അറിയാവുന്ന ഈ യോഗയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഇന്ന ആൾ സംസാരിച്ചു, ആ ആൾ സംസാരിച്ചതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് പറയാം. അത് നമുക്കറിയുന്ന കാര്യങ്ങളല്ല. ആ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന ആൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എല്ലാം പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയിട്ടേതാ. പല ആൾക്കാരും ഈ ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് തെറ്റിച്ചിട്ടാണ് എഴുതിയത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് സെമിനാർ റിപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഇതിനെക്കുറിച്ചിട്ട് പ്രസന്റ് ടെൻസിൽ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ചെയ്തത്. അതല്ല വേണ്ടത്. ഇവിടെ പ്രോഗ്രാം കഴിഞ്ഞു, അതിൻ്റെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. പാർട്ട് 5 എന്ന് പറയുന്ന ഏരിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 മാർക്കിൻ്റെ ചോദ്യം വരുന്ന 3 ചോദ്യങ്ങൾ എഴുതേണ്ട ഈ ഭാഗം. Life on Earth is at the ever increasing risk of being wiped out by disaster such as sudden global nuclear war, a genetically engineered virus, or other dangers we have not yet thought of. Stephen Hawking. Write an essay on the topic disaster and disaster management in the light of above statement. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളാണ് സംഭവം. എന്താ പറയുന്നത്, ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മേലെ നിങ്ങളോടൊരു എസ്സേ ഉണ്ടാക്കാനാണ്. കത്തി വെച്ച് എഴുതാം. ഇഷ്ടംപോലെ ഡിസാസ്റ്റേഴ്സ് കേരളക്കാർ കണ്ടതാണ് അല്ലേ, നമ്മൾ ആമസോൺ കത്തുന്നത് കണ്ടതാണ്, അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് നമുക്ക് അറിയുന്നതാണ്. ഇത് കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്ത് വെച്ച് കാച്ചേണ്ടത്. അപ്പോൾ ഈ ആൻസർ നല്ലൊരു ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൻസറാണ്. പ്ലസ് നമുക്ക് അറിയാമല്ലോ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ, ആ ചാപ്റ്ററിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം. ഇനി 30ാമത്തെ ചോദ്യം.
Gandhian strategies, the exclusive mantra for solving problems of the modern society. Prepare a script of speech to be delivered on Gandhi Jayanti Day. Gandhi Jayanti Day അന്ന് നിങ്ങൾ ഈ ഗാന്ധിയൻ സ്ട്രാറ്റജീസ് ആയിട്ടുള്ള ആ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അത് കുറച്ച് ടഫായിരിക്കും. അറിയാത്ത ആളുകൾക്ക് ഏറ്റവും ഈസിയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഏത്? റീഡ് ദ പോയം ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ. നമുക്കറിയാത്തൊരു പോയമാണ് തരിക, അൺനോൺ പോയം എന്ന് പറയും. ആ പോയം നന്നായിട്ട് രണ്ട് തവണ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ തീം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ തീമിനെ കുറിച്ച് ആദ്യം എഴുതുന്നു, ഓതറെ പരിചയപ്പെടുത്തുന്നു. ആദ്യം തന്നെ നമ്മൾ പറയാം, ഓതറെ പരിചയപ്പെടുത്തുക, ഇന്ന പോയമാണ്, ഇന്ന പോയത്തിൻ്റെ ഓതർ ഇതാണ്, ആ പോയത്തിൻ്റെ തീം ഇതാണ്, പോയത്തിൻ്റെ ഒരു സമ്മറി നമ്മൾ പറയുന്നു. ഓരോ സ്റ്റാൻസ വൈസ് പറയാം, ഓരോ സ്റ്റാൻസ വൈസ് സമ്മറീസ് പറയാം. ശേഷം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസിനെ പറ്റി പറയാം. ശേഷം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ചസ് ഇതിനെ പറ്റി പറയാം. ശേഷം നമുക്ക് പഠിക്കാനുള്ള ഒരു പോയമായിട്ട് ഇതിനൊരു കണക്ഷൻ ഉണ്ടാവും, ആ പോയത്തെ കുറിച്ചിട്ടും ഇതിനകത്ത് പറയാം. കമ്പയർ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മൾ അപ്രീസിയേഷൻ. അപ്പോൾ ഇത് ഏത് പോയം വന്നാലും ഇത് മുമ്പേ നമ്മൾ പഠിച്ചു പോകുന്നു വേണ്ട. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞു ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില ആളുകൾക്ക് ടൈം മാനേജ്മെൻറ്റിന് ഒരു വലിയ പ്രശ്നം ഉണ്ടാവും. ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാസ്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ, അങ്ങനെ സമയം കിട്ടിയില്ല എന്ന് മോഡൽ എക്സാമിന് തോന്നിയ ആൾക്കാർ എന്ത് ചെയ്യണം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ പാട് തന്നെ 15 മിനിറ്റിൻ്റെ അകത്ത് ഡിസൈഡ് ചെയ്യണം ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ആദ്യം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്ന്. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പോന്നിട്ടുണ്ടെന്ന്. ചില ക്വസ്റ്റ്യൻസ് ചില ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആവർത്തിച്ചുണ്ടായിരിക്കും. അത് നിർബന്ധമായിട്ട് എഴുതണം. കാരണം ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പിന്നെ ഈ നേരത്തെ എഴുതിയത് വെച്ചിട്ട് തന്നെ, ഇപ്പം പാർട്ട് 2 ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആ പാർട്ട് 2 ചോദിച്ച അതേ ചാപ്റ്റർ തന്നെ നമ്മൾ പാർട്ട് 3 5 ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾക്കും കൂടെ എഴുതിയിരിക്കാം, സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. പിന്നെ ചില പോയംസ് ഒക്കെ നമ്മൾ അപ്രീസിയേഷൻ ഒക്കെ എഴുതാൻ വന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി തന്നിരിക്കുന്ന ആ ലൈൻസ് തന്നെ ഇവിടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 15 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം. നമ്മൾ ചെയ്യാൻ പോകുന്ന ആൻസേഴ്സ് ഒക്കെ ആദ്യമേ ഉറപ്പിക്കാം. പിന്നെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, ലാസ്റ്റിലേക്ക് എനിക്ക് സമയം ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആദ്യം ഈ 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതി തുടങ്ങാം. ഒരു ഓർഡർ ഉണ്ടായാൽ മതി. 8 മാർക്കിൻ്റെ 8 മാർക്കിൻ്റെ ആദ്യം എഴുതി തീർക്കാം. പിന്നെ ഏതിലേക്ക് വരാം, ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് പിന്നെ പോവാം. ഞാൻ പറയും, ഈ 8 മാർക്കിൻ്റെ കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പാർട്ട് 5 കഴിഞ്ഞാൽ പാർട്ട് 4ലേക്ക് പോവാം. അവിടെയാണ് പിന്നെ ഈ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളുള്ളത്. അത് അറ്റൻഡ് ചെയ്ത് വരാം. പിന്നെ നിങ്ങൾ എവിടേക്ക് പോവാം, ബാക്കി ഫസ്റ്റിലേക്ക് പോയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ. അതിന് സമയം ഒരുപാട് വേണ്ട. അല്ല, നമ്മൾ മറ്റേതിൻ്റെ മേലെ അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഗത്യന്തരം ഉണ്ടാവില്ല, ഇഷ്ടം പോലെ എഴുതി പോകും, അറിയാതെ അങ്ങനെ എഴുതി പോകും. അപ്പോൾ അങ്ങനെ എഴുതണ്ട നമുക്ക്. കാരണം 4 മാർക്കിനും 3 മാർക്കിനൊക്കെ അത്ര എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത്ര എഴുതിയാൽ നമ്മൾ ആ മാർക്കിനനുസരിച്ചിട്ട് എന്ത് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ 8 മാർക്കിന് ആലോചിക്കുമ്പോൾ ഒരു 2 പേജെങ്കിലും 2 പേജെങ്കിലും എന്ന് വെച്ചാൽ 2 പുറമെങ്കിലും എഴുതണം. 2.5 പുറം എന്നാണ് പറയാം. ഓക്കെ. അപ്പോൾ അത് 6 മാർക്കിനാണെങ്കിലോ അതൊരു 1 പുറമെങ്കിലും നമ്മൾ എഴുതണം. ഓക്കെ. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യണം, 1-1.5 പേജോ നിങ്ങൾ 6 മാർക്കിന് എഴുതണം. അത് നന്നായിട്ട് സ്പീഡുള്ള ആൾക്കാരൊക്കെ അങ്ങനെ എഴുതാം. അപ്പം ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സ്പീഡില്ലാത്ത ആൾക്കാർ അയ്യോ 2 പേജ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ 3 മണിക്കൂറും ഒരു 2 പേജ് എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സമയം നഷ്ടപ്പെടും. മാക്സിമം ശ്രദ്ധിക്കേണ്ടത് മാക്സിമം എഴുതി തീർക്കുക എന്നുള്ളതാണ്, എഴുതുക എന്നുള്ളതാണ്. 10th നമ്മൾ എഴുതിയതുപോലെ കുറച്ച് എഴുതിയാൽ മാത്രം മാർക്ക് കിട്ടുന്ന പരിപാടി ഇവിടെ ഇല്ല. ഇഷ്ടം പോലെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, 24 മാർക്ക് കിട്ടാത്ത ആൾക്കാർ കഴിഞ്ഞ തവണ എന്തിനുണ്ടായിട്ടുണ്ട്, ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഒരു രീതികൾ അറിയില്ലല്ലോ, ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ രീതികൾ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ മാക്സിമം എഴുതുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കറിയാവുന്ന മലയാളത്തിലുള്ള ആശയങ്ങൾ നിങ്ങൾ ഏതിലേക്ക് കൊണ്ടുവരിക, ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നിട്ട് മാക്സിമം എഴുതി പിടിപ്പിക്കുക. കഥ മലയാളത്തിൽ അറിയാം, ഇംഗ്ലീഷിലേക്ക് അത് ഗ്രാമർ തെറ്റിക്കോട്ടെ കുഴപ്പമില്ല, അതിന് മാർക്ക് കുറയുന്നത് ഇത്രയേ ഉള്ളൂ. തീരെ എഴുതാത്ത പേപ്പറിന് മാർക്ക് ഉണ്ടാവുമോ? ഇല്ല. ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ഓരോ യൂണിറ്റിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ നാളേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇരുന്ന് പഠിക്കേണ്ട ചില ചാപ്റ്റേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് മാത്രമേ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു പ്രയോറിറ്റി അനുസരിച്ചിട്ട് പോയംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഏത് പോയമാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പോയം വളരെ കുറച്ചുള്ളൂ. 6 യൂണിറ്റിൻ്റെ അകത്ത് നമുക്ക് 5 പോയംസേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 5 എണ്ണം നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പ്ലസ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിന് തന്നെയാണ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. രണ്ടാമത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിനകത്ത്
പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ആ യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. ഇനി അതിനകത്ത് ഗാന്ധി കെയിം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അല്ലേ. അതിനകത്ത് ഞാൻ നേരത്തെ തന്ന പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഗാന്ധിജി പറയുന്ന ഗാന്ധിജിയുടെ കുറച്ച് ഐഡിയോളജീസും പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അതുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് കത്തി വെച്ച് എഴുതാൻ പറ്റും. നെക്സ്റ്റ് മൂന്നാമത്തെ യൂണിറ്റിൻ്റെ അകത്ത് ദ ട്രിപ്പ് ഓഫ് ലീഹോർല, അതുപോലെ തന്നെ ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ്. സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് ആണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ചാപ്റ്റർ. ലൈവ് റിപ്പോർട്ടാണ് അധികവും വരാറ്. അടുത്തത് ദ ബ്രേവ് അസാഡ്സ് എന്ന് പറയുന്ന നമ്മുടെ 4ാമത്തെ യൂണിറ്റ്, ബ്രേവിംഗ് ദ അസാഡ്സ്. അതിൽ ദ സലാങ് ഓഫ് റാണാഗഞ്ചിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. അതിനകത്ത് 2ാമത്തെ ഇമ്പോർട്ടൻറ്റ് നേരത്തെ ഗാന്ധിജിയുടെ ചാപ്റ്റർ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലും കുറച്ച് പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ദ ഗൂസ്ബെറീസ് എന്ന് പറയുന്ന നമ്മുടെ ദ ഹാർമണി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിനകത്ത് ഗൂസ്ബെറീസ് ആണ് ഇത് 5ാമത്തെ യൂണിറ്റ്. അത് ഗൂസ്ബെറീസ് ആണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. നമ്മുടെ ഗോയിങ് ഔട്ട് ഫോർ വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പോയിന്റുകൾ മനസ്സിൽ വെക്കുക. നടത്തത്തിന്റെ ഗുണങ്ങൾ, നടത്തത്തിന്റെ ദോഷങ്ങൾ, എന്താണ് ഓഥർ ഉദ്ദേശിക്കുന്നത്, മാക്സ് ബീർബൂം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ അതിനകത്തുനിന്നും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സൈബർ സ്പേസിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ജനറൽ ആയിട്ട് സൈബർ സ്പേസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക, ഇന്റർനെറ്റിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക, ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ചിട്ട്, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട്, ഓക്കെ, ആ കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ ഇത്രയും മതി നിങ്ങളുടെ ഈ അവസാന നിമിഷം നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള ഭാഗ്യം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പോയറ്റിക് ഡിവൈസസ് ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ചസ് ആണ്. പോയം നമ്മൾ നാളെ പറയും. അപ്പോൾ പറയുമ്പോൾ അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, നിങ്ങൾ പഠിച്ചു വെക്കണം. കുറച്ച് പോയറ്റിക് ഡിവൈസസും അതുപോലെ തന്നെ ഫിഗർ ഓഫ് സ്പീച്ചസും നമ്മുടെ പുസ്തകത്തിലുള്ളതാണ്. എല്ലാ പോയത്തിലെയും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് നിർബന്ധമാണ് ഒരു കുട്ടി അപ്രീസിയേഷൻ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഡയറക്റ്റ് പോയം എന്നിട്ട് ചോദിക്കുമ്പോഴോ അറിയേണ്ടത്. ആദ്യം തന്നെ അലിട്രേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അലിട്രേഷൻ എന്താണെന്ന് നോക്കാം. റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ തവണ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തവണ കോൺസണന്റ് സൗണ്ട്സ് ഒരു വരിക്കകത്ത് ആവർത്തിച്ച് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, അലിട്രേഷൻ എന്ന് പറയാ. ഒരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് അലിട്രേഷൻ എക്സാമ്പിൾ എഴുതാൻ. അപ്പൊ നമ്മൾ ആ ലൈൻസ് എന്താ, സൈലൻസ് സർജ്ഡ് സോഫ്റ്റ്ലി, എന്ന് പറയുന്നത് വൊവൽ സൗണ്ട്സ് എല്ലാവർക്കും അറിയാലോ. ഈ മലയാളത്തില് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നതാണെന്ത്, നമ്മുടെ ഈ വൊവൽസ്. വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത് കാക്ക ഗംഗ എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ കോൺസണന്റ് സൗണ്ട്സ്, വൊവൽസ് അല്ലാത്ത ശബ്ദങ്ങൾ. അപ്പൊ ഈ കോൺസണന്റ് സൗണ്ട്സ് ഒരു വരിക്കകത്ത് ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചു വരികയാണെങ്കിൽ, റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ നമുക്ക് അലിറ്ററേഷൻ എന്ന് പറയാം. നോക്കുക, ദ ഫെറോ ഫ്ലോഡ് ഫ്രീ. ഫെറോ സൗണ്ട്, ഫ സൗണ്ട് അല്ലെ, ഫ എന്ന് പറയുന്നത് കോൺസണന്റ് സൗണ്ട് ആണ്. സോ ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. രണ്ടാമത്തത് അസോണൻസ് എന്താണെന്ന്. അസോണൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് വവൽ സൗണ്ടുകളാണ് ആവർത്തിച്ച് വരാന്ന് മാത്രം. കോൺസണന്റ് സൗണ്ട്സ് ആവർത്തിച്ച് വരുന്നതിന് പകരം എന്താണ് ആവർത്തിച്ച് വരിക, വവൽ സൗണ്ട്സ് ആണ് ആവർത്തിച്ച് വരിക. റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആൾ ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് വവൽ സൗണ്ട്സിനെ ഈ ശ്രദ്ധിക്കേണ്ടത്, ഈ വവൽ സൗണ്ട് ആദ്യത്തിൽ വേർഡിന്റെ ആദ്യത്തിൽ വരണമെന്നില്ല, എന്നാൽ കോൺസണന്റ് സൗണ്ട്സ് വേർഡിന്റെ ആദ്യത്തിൽ തന്നെ വരണം. റിപ്പീറ്റഡ് സൗണ്ട്സ് വവൽ സൗണ്ട്സ് ആണെങ്കിൽ ഈ വേർഡിന്റെ ആദ്യത്തെ തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വരേണ്ട ആവശ്യമില്ല. അത് എവിടെയാണെങ്കിലും വന്നാൽ മതി. വവൽ ആകുമ്പോൾ, കോൺസണന്റ് ആകുമ്പോൾ തുടക്കത്തിൽ തന്നെ വരണം. ഇവിടെ നോക്ക്, എ ഹോസ്റ്റ് ഓ, ഗോ ഗോൾഡൻ ഓ സൗണ്ട്, ഡാഫോഡിൽസ്. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, അസോണൻസിന് എക്സാമ്പിൾ ആണ്. അലിട്രേഷൻ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റേഷൻ ആണെങ്കിൽ വവൽ സൗണ്ട്സിന്റെ റിപ്പീറ്റേഷൻ ആണ് അസോണൻസ് എന്ന് പറയാം. അടുത്തത് കോൺസണൻസ്. അടുത്ത കോൺസണൻസ് എന്ന് പറഞ്ഞാൽ, കോൺസണൻസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ എൻഡിങ് ഓഫ് വേർഡ്സ് പ്ലേസ്ഡ് നിയർ ഈച്ച് അതർ യൂഷ്വലി ഓൺ ദ സെയിം ലൈൻ. ഒരേ വരിക്കകത്ത് ഒന്നിൽ കൂടുതൽ തവണ കോൺസണന്റ് സൗണ്ട്സ് ആവർത്തിച്ചു വരാം. എവിടെ, തുടക്കത്തിലല്ല അവസാനത്തിൽ. ഇവിടെ തുടക്കത്തിലല്ലേ ആവർത്തിച്ചു വന്നത്, അലിട്രേഷൻ എന്ന് വിളിച്ചത്. കോൺസണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസണന്റ് സൗണ്ട്സ് ആവർത്തിച്ചു വരാം. എവിടെ, വാക്കുകളുടെ അവസാനത്തിൽ ഒരേ വരിക്കകത്ത് തന്നെ.
I will die, she shall grieve, L അല്ലേ? അപ്പൊ അതുകൊണ്ട് അതെന്തിന് എക്സാമ്പിൾ ആണ്? അത് കോൺസണൻസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ കോൺസണൻസ് എന്താന്ന് ഓർത്തു നോക്കുക. ഓണോമെറ്റോപ്പിയ എന്ന് പറയും. എന്ന് വെച്ചാല് വാക്കുകളുടെ അർത്ഥവുമായിട്ട് ബന്ധമുള്ള ചില അല്ലെങ്കിൽ ഒരു അതുപോലെയുള്ള ഉച്ചാരണങ്ങളുള്ള വാക്കുകൾ. The words that sound like their meaning. വാക്കുകളുടെ അർത്ഥം പോലെ തന്നെ ഉച്ചരിക്കുന്ന ചില വാക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ സ്പ്ലാഷ്. സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ തെറിക്കുന്നതിനാണ്. സ്പ്ലാഷ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് അല്ലെ? ഡിപ്പിംഗ് ഓഫ് വാട്ടർ, ഡിപ്പ് എന്ന് പറയുന്നത്. ജിംഗ്ലിംഗ് സൗണ്ട്. ഓക്കെ, ആ ബെൽസിന് ജിംഗ്ലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ വരുന്നുണ്ട്. ഇതൊക്കെ ഓണോമെറ്റോപ്പിയക്ക് എക്സാമ്പിൾ ആണ്. വേർഡ്സ് ദാറ്റ് സൗണ്ട് ലൈക്ക് ദെയർ മീനിങ്സ്. അടുത്തത് ഹൈപ്പർബെല്ലെ. ഹൈപ്പർബോൾ എന്നാണ് എഴുതുക, ഹൈപ്പർബെല്ലെ എന്നാണ് നമ്മൾ ഉച്ചരിക്കുക. എന്താണ് ഹൈപ്പർബെല്ലെ എന്ന് പറഞ്ഞാൽ? ഓവർ എക്സാജറേഷൻ എന്നാണ് പറയാ. ഓവർ എക്സാജറേഷൻ. എന്താ ഓവർ എക്സാജറേഷൻ? പെരുപ്പിച്ച് പറയുക. മനസ്സിലായില്ലേ? ഉള്ളതിലും കൂടുതൽ പെരുപ്പിച്ച് പറയുക. എന്റെ മുത്തശ്ശിക്ക് ആ കുന്നിന്റെ പ്രായമുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും ആ കുന്നിന്റെ പ്രായം ഉണ്ടാവോ? ഇല്ല. എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്, ശരിക്കും ആനയെ തിന്നാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഞാൻ 100 തവണ പറഞ്ഞതാണെന്നൊക്കെ പറയും. 100 തവണ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അങ്ങനെ പെരുപ്പിച്ച് പറയുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർബെല്ലെ എന്ന് പറയാം. മൈ ഗ്രാൻഡ് മദർ ഈസ് ആസ് ഓൾഡ് ആസ് ദ ഹിൽ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് മെറ്റഫർ. മെറ്റഫർ എല്ലാവർക്കും അറിയാം, അതൊരു ഡയറക്റ്റ് കമ്പാരിസൺ ആണ് അല്ലെ? എന്ന് വെച്ചാൽ സിമിലി ആദ്യം പറഞ്ഞിട്ട് നമുക്ക് മെറ്റഫറിലേക്ക് പോവാം. സിമിലി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യാം? മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യാം. ഒരു വസ്തുവിനെ നമ്മൾ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യാം. ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ട്? ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. ആസ് കോൾഡ് ആസ് ഐസ്, ഐസിനെ പോലെ കോൾഡ്. സ്വിം ലൈക്ക് എ ഫിഷ്, ഫിഷിനെ പോലെ സ്വിം ചെയ്യുക. ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സിമിലി എന്ന് പറയാ. എന്നാൽ മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. എന്ന് വെച്ചാൽ he is a lion in the battle. അയാൾ ഒരു സിംഹമാണ് യുദ്ധത്തിന്. ഓക്കെ, അയാളെ ഒരു സിംഹമായിട്ട് ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്തിരിക്കുന്നു. സിമിലി ആണെങ്കിലോ he is like a lion in the battle എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി മെറ്റോണമി replaces the name of the thing with the name of something else with which it is closely attached. ഒരു വസ്തുവിനെ മറ്റൊരു അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേർഡ് ഉപയോഗിച്ചിട്ട്, ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രതിനിധിയാക്കിയിട്ട് കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ ക്രൗൺ എന്ന് പറയുന്ന ഒരു വേർഡ്. ശരിക്കും ഈ ക്രൗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോർ ദ പവർ ഓഫ് കിങ്, ഒരു രാജാവിന്റെ അധികാരം എന്ന് പറയുന്ന ഇടത്ത് നമ്മൾ ക്രൗൺ എന്ന വേർഡ് മാത്രം ഉപയോഗിക്കുക. അത് മെറ്റണമിയാണ്. മനസ്സിലായോ? വേറെ എക്സാമ്പിൾ സോഡ്. സോഡ് എന്ന് പറയുന്ന വാൾ എന്ന് പറയുന്ന വേർഡ് മിലിറ്ററിയുടെ പവറിനെ കാണിക്കുന്ന അല്ലെങ്കിൽ ഫോഴ്സിനെ കാണിക്കുന്ന ഒരു വേർഡായിട്ട് ഉപയോഗിക്കുക. സോഡ്. മനസ്സിലായോ? ഒരു സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുക. സിമ്പിൾ എന്നും പറയും നമ്മൾ, സിംബോളിസം. ഓക്കെ, അതുപോലെ തന്നെ സ്പെയ്ഡ് കർഷകനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. കർഷകനെ കാണിക്കാൻ സ്പെയ്ഡ് എന്ന വേർഡ് ഉപയോഗിക്കുക. ഓക്കെ, ക്രൗണ്, ചെങ്കോൽ, സെപ്റ്റർ എന്നൊക്കെ പറയുന്നത് രാജാവിന്റെ അധികാരത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇതിനെയാണ് മെറ്റണമി എന്ന് പറയുക. അടുത്തത് പേഴ്സോണിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു ക്വാളിറ്റി ജീവനില്ലാത്ത ഒരു വസ്തുവിലേക്ക് ആക്കി പറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ? ദ റെയിൻ ഇസ് ഡ്രമ്മിങ് ഓൺ ദ വിൻഡോ പെയിൻ. മഴ ജനലിന്റെ മേലെ മദ്ദളം കൊട്ടുന്നുണ്ട്. മഴ ജനലിന്റെ മേലെ ചെണ്ട കൊട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചെണ്ട കൊട്ടുകാരാണ് മനുഷ്യന്മാരാണ്. അപ്പൊ ജീവനില്ലാത്ത മഴ എന്ത് ചെയ്തു എന്ന് പറയുന്നു? ചെണ്ട കൊട്ടി എന്ന് പറയുന്നു. അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ പേഴ്സോണിഫിക്കേഷൻ. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. The flowers danced in the gentle breeze. സാധാരണ ഡാൻസ് ചെയ്യുക മനുഷ്യന്മാരാണ്, അതിൽ ജീവനില്ലാത്ത ഫ്ലവേഴ്സിന് അത് ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അത് ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം? പേഴ്സോണിഫിക്കേഷൻ എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ ഇസ് ഓക്സിമറോൺ. ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ two opposite ideas are joined to create an effect. രണ്ട് ഓപ്പോസിറ്റ് ഐഡിയാസ് ഒരുമിച്ച് വെക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് ഭയങ്കര സൗന്ദര്യം. ശരിക്കും ആ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് അല്ലെ? ഭയം എന്ന് പറഞ്ഞാൽ ഒരു വേർഡും അതിന് നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരുന്നതാണ് സൗന്ദര്യം. ഭയം ജനിപ്പിക്കുന്ന സൗന്ദര്യം. ആലോചിച്ച് നോക്ക്, നമ്മൾ പറയാറില്ലേ ഭയങ്കര സൗന്ദര്യം. ഭയങ്കര എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന സൗന്ദര്യം എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ല,
പക്ഷെ നമ്മൾ എന്താണ് അതിനൊരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭയങ്കരം എന്ന് പറയുന്നത്, അല്ലെ, ഭയങ്കര സൗന്ദര്യം എന്ന് പറയുന്നത്. അത്തരം ഉപയോഗങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയാ, ഓക്സിമറോൺ എന്ന് പറയാം. എക്സാമ്പിൾ, ഐ ബേൺ ആൻഡ് ഫ്രീസ് ലൈക്ക് ഐസ്. ബേണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്രീസ് ചെയ്യുക, തണുത്തുറയ്ക്കുക എന്ന് പറയുന്നത്. ആ രണ്ടും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത് ഓക്സിമറോൺ ആക്കാനാണ്, ഒരു എഫക്റ്റ് കിട്ടാനാണ്, എനിക്ക് അത്രയും പ്രയാസം ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. വളരെ ഈസിയാണ്. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാൽ ആൻ അഡ്ജക്റ്റീവ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ മെയിൻ ക്വാളിറ്റി ഓഫ് സംവൺ ഓർ സംതിങ്. ഒരാളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജക്റ്റീവ് അതിനോട് ചേർക്കുക. ഫോർ എക്സാമ്പിൾ, ഹാപ്പി മാൻ, എ സാഡ് മാൻ എന്നൊക്കെ പറയാം. ഈ മാനിന്റെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മുമ്പിൽ ഒരു അഡ്ജക്റ്റീവ് ചേർത്ത് കൊടുക്കുക. ഇതാണ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സിനോക്ഡോക്കി. സിനോക്ഡോക്കി എന്ന് പറഞ്ഞാൽ എ ലിറ്റററി ഡിവൈസ് ഇൻ വിച്ച് എ പാർട്ട് ഓഫ് സംതിങ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ ഹോൾ. ഓക്കെ, എ ലിറ്റററി ഡിവൈസ്, അതൊരു ലിറ്റററി ഡിവൈസ് ആണ്. ഇൻ വിച്ച് എ പാർട്ട് ഓഫ് സംതിങ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ ഹോൾ. ഒരു മുഴുവൻ കാര്യത്തിനും അതിന്റെ ഒരു ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, വീൽസ് ഫോർ കാർ. കാർ എന്നതിന് പകരം നമ്മൾ വീൽസ്. He's on his wheels. He's on his wheels means he's in the car. കാർ എന്ന് പറഞ്ഞില്ല, he's on his wheels എന്നാണ് പറയുന്നത്. അതാണ് എന്ത്, സിനക്ഡോക്കി എന്ന് പറയുന്നത്. ബൂട്ട്സ് ഫോർ സോൾജേഴ്സ്. സോൾജേഴ്സിനെ നമ്മൾ ബൂട്ട്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ചെറിയൊരു കാര്യം ഒരു വലിയ കാര്യത്തെ പ്രതിനിധാനം ചെയ്ത് പറയിപ്പിക്കുന്നതിനാണെന്ന് പറയുക സിനക്ഡോക്കി എന്ന് പറയാം. സിംബോളിസം ആണ് അടുത്തത്. ഞാൻ നേരത്തെ ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. സിംബോളിസം ഈസ് ദ ഐഡിയ ഓഫ് യൂസിങ് സിമ്പിൾ ടു റെപ്രസെന്റ് മീനിങ്, ഐഡിയ ഓർ ക്വാളിറ്റി. നേരത്തെ പറഞ്ഞായിരുന്നു കിരീടം. കിരീടം എന്ന് പറയുന്നതും ചെങ്കോൽ എന്ന് പറയുന്നതൊക്കെ രാജാവിനെ സൂചിപ്പിക്കാനാണ്. അത്തരം ചിഹ്നങ്ങളെയാണ് നമ്മൾ സിംബോളിസം, ചിഹ്നങ്ങളിലൂടെ കാര്യങ്ങൾ പറയുന്നതിനാണ് നമ്മൾ സിംബോളിസം എന്ന് പറയുക. അടുത്തത് ഇമേജറി. എല്ലാവർക്കും അറിയാം, വിഷ്വൽ ഇമേജ്. കാണുന്ന പോലത്തെ ഒന്നൊക്കെ എന്താണ്, വിഷ്വൽ ഇമേജ് ആണ്. എക്സാമ്പിൾ, ഇറ്റ് വാസ് ഡാർക്ക് ആൻഡ് ഡിം ഇൻ ദ ഫോറസ്റ്റ്. ഇറ്റ് വാസ് ഡാർക്ക് ആൻഡ് ഡിം ഇൻ ദ ഫോറസ്റ്റ്. സൈറ്റ്, കാണുന്നത് പോലെ തോന്നുന്നതാണ്, അല്ലെ. അടുത്തത് ഓഡിറ്ററി ഇമേജ്. നമുക്ക് കേൾക്കുന്ന പോലെ തോന്നുന്നതൊക്കെ നമുക്ക് എന്ത് പറയാം, ഓഡിറ്ററി ഇമേജ് എന്ന് പറയാം. The children were screaming and shouting in the fields. Okay. അടുത്തത് ഓൾഫാക്ടറി ഇമേജ്. ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ സ്മെല്ലാണ്. ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മെല്ലാണ്. അപ്പോൾ he whiffed the aroma of the brewed coffee. He whiffed the aroma. Aroma means sweet fragrance, ഒരു സ്മെല്ലാണ്. ഓക്കെ, ഫ്രാഗ്രൻസ്. ആ ഫ്രാഗ്രൻസ് അയാൾ അറിഞ്ഞു. ഫ്ലവേഴ്സിന്റെ ഫ്രാഗ്രൻസ് അയാൾ അറിഞ്ഞു, കോഫിയുടെ ഫ്രാഗ്രൻസ് അയാൾ അറിഞ്ഞു, കെറോസിന്റെ ഫ്രാഗ്രൻസ് അയാൾ അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് ഓൾഫാക്ടറി ഇമേജ് ആണ്. ഇനി ഗാസ്ട്രറി ഇമേജ് ടേസ്റ്റ് ആണ്. ദ ഫ്രഷ് ആൻഡ് ജ്യൂസി ഓറഞ്ച് ഇസ് വെരി കോൾഡ് ആൻഡ് സ്വീറ്റ്. ടേസ്റ്റ് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഗാസ്ട്രറി ഇമേജ് ആണ്. നെക്സ്റ്റ് ടാക്ടൈൽ ഇമേജ് ആണ്. ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ ടി ഫോർ ടച്ച്, തൊടുക എന്നർത്ഥം. ഓക്കെ, അത് എന്തിന് എക്സാമ്പിൾ ആണ്, വിക്ടിം എന്നൊരാൾ പറഞ്ഞിട്ട് ഓക്സിമറോൺ എക്സാമ്പിൾ ആണ്. വെരി ഗുഡ്. ഓക്കെ, അടുത്തത് ടാക്ടൈൽ ഇമേജ് എന്ന് പറയുന്നത് ടച്ച് ആണ്. ടച്ച്. ഷീ റാൻ ഹെർ ഹാൻഡ്സ് ഓൺ ദ സോഫ്റ്റ് സാറ്റിൻ ഫാബ്രിക്സ്. തൊടുന്ന പോലെ നമുക്ക് ഇങ്ങനെ തോന്നുന്നത്, അതാണ് നമ്മൾ എന്ത് പറയാ, ടാക്ടൈൽ ഇമേജ് എന്ന് പറയാ. അപ്പൊ ഈ ഇമേജസ് ഓർത്തു വെക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് പോയംസ്, ആ പോയംസിൽ വരാൻ എന്താ പറയുക, നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയറ്റിക് ഡിവൈസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പോകുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം, ഇത് പഠിച്ചു വെക്കണം. ആദ്യം ഇഫ് എന്ന് പറയുന്ന പോയമാണ്. ഓക്കെ, ഇഫ് എന്ന് പറയുന്ന പോയമാണ്. ഇഫ് ഒരു ഡിഡാക്റ്റിക് പോയമാണ്, അല്ലെ, ഒരു ഡിഡാക്റ്റിക് പോയമാണ്. എന്താ ഡിഡാക്റ്റിക് പോയം എന്ന് പറഞ്ഞാൽ, അത് എ പോയം വിച്ച് ടീച്ചസ് അസ് സംതിങ്. നമ്മളെ ഒരു മോറൽ, ഒരു ലെസൺ പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, ഡിഡാക്റ്റിക് പോയം എന്ന് പറയാം. ഓക്കെ, ഡയഡാറ്റിക് എന്നോ ഡിഡാക്റ്റിക് എന്നൊക്കെ പറയും. നെക്സ്റ്റ് റൈമിംഗ് സ്കീം. അതിൻ്റെ അകത്ത് റൈമിംഗ് സ്കീം ഉണ്ട്. ABAB CD ഇതാണ് അതിന്റെ റൈമിംഗ് സ്കീം. ഫസ്റ്റ് പോയത്തിന്റെ റൈമിംഗ് സ്കീം ഏതാണ്, ABAB CD ആണ്. ഇനി അതിന്റെ റിതം ഉണ്ട്, ഇയാംബിക് പെന്റാമീറ്റർ. ബ്ലൈൻഡ് ആയിട്ട് അങ്ങനെ പഠിച്ചു വെക്കുക. അല്ലാണ്ട് ഇപ്പോൾ എന്താന്നൊക്കെ പറയാൻ നിന്നാൽ നമുക്ക് പഠിക്കാനൊന്നുമില്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇയാംബിക് പെന്റാമീറ്റർ എന്താന്നല്ല, അതിലാണ് ഇത് എഴുതപ്പെട്ടത്, വൃത്തമാണത്. എന്താന്നൊക്കെ പഠിക്കാനൊക്കെ കുറെ അതിന് സമയം വേണം. ഹയർ സ്റ്റഡി ക്ലാസ്സസിൽ നമുക്ക് പഠിക്കും. ഇയാംബിക് പെന്റാമീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. അടുത്തത് അതിനകത്ത് റിപ്പീറ്റേഷൻ ഉണ്ട്. ഇഫ് യു ക്യാൻ എന്ന് പറയുന്നത്, ഇഫ് യു ക്യാൻ എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ആണ്. അതുകൊണ്ട് അനഫോറ എന്ന് പറയാം. അനഫോറയും നിങ്ങൾക്ക്
സിലബസിലൊന്നുമില്ല. സിമ്പിൾ കുറച്ച് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിച്ച് ആൻഡ് ടോസ്, ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വോച്ച് ഓർ വാക്ക് വിത്ത് കിങ്സ്. ഇതൊക്കെ വാക്ക് വിത്ത് കിങ്സ് എന്ന് പറയുന്നത് അധികാരികളുടെ കൂടെ നീ നടക്കുമ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ അധികാരികൾക്കാണ് സിമ്പിൾ ആയിട്ട് കിങ്ങിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ക്രൗഡ്സ്, കീപ് യുവർ വാച്ച് ഇഫ് യു വെൻ യു വാക്ക് വിത്ത് ദ ക്രൗഡ്സ് എന്ന് പറയുന്ന ആ ഭാഗവും, ക്രൗഡ് എന്ന് പറയുന്നത് കോമൺ പീപ്പിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സിനക്ഡോക്കിയിൽ എന്തൊക്കെയാ? ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിനിയു, ഹോൾ ബോഡി അല്ലെ. ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിനിയു എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മുഴുവനും എന്താ പറയാ സിംബോളൈസ് ചെയ്തിട്ട് പറയേണ്ടതിന് പകരം ഏതാ ഈ ഹാർട്ട് നെർവ് സിനിയു എന്ന് മാത്രം, ഹാർട്ട് ആൻഡ് നെർവ് എന്ന് മാത്രം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സോ അത് സിനക്ഡോക്കിയാണ്. നെക്സ്റ്റ് പേഴ്സോണിഫിക്കേഷൻസ് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട് പോയതിൽ. ട്രിംഫ് ആൻഡ് ഡിസാസ്റ്റർ, ടു ഇമ്പോസ്റ്റേഴ്സ് ആണെന്ന് പറയുന്നു. ദ അൺഫോർഗിവിംഗ് മിനിറ്റ് ഒക്കെ അതിന്റെ കൂടെ ഉള്ളതാണ്. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ, പേഴ്സോണിഫിക്കേഷൻ ആണ്. ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. ചോദിക്കാം ഈ ലൈൻസ് വന്നിട്ട് ഏതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന്. അപ്പൊ ഏതൊക്കെ ഒന്നേ ഉണ്ടാവുള്ളൂ അതിനകത്ത്, അതെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു. Accept the will which says to them, hold on. If you can dream and not make dreams your masters. Okay, ഇതെല്ലാം പേഴ്സോണിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് ഹൈപ്പർബോളിക് എക്സാമ്പിൾ. Yours is the earth and everything that is in it. Hyperbole. And which is more, you last line. You will be a man, my son. Metaphor. Watch the things you gave your life to broken and stoop and build them up with the worn out tools. മറ്റൊന്ന് ദ അൺഫോർഗിവിംഗ് മിനിറ്റ്. ഇതെല്ലാം മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അവിടെ കഴിയാണ് നമ്മുടെ ഇഫ് എന്ന് പറയുന്ന പോയം. നെക്സ്റ്റ് ഡെത്ത് ദ ലെവലർ, ജെയിംസ് ഷേർലിയുടെ ഡെത്ത് ദ ലെവലർ ആണ്. അതിനകത്ത് അത് എന്ത് ടൈപ്പ് പോയമാണെന്ന് വെച്ചാൽ അത് ഫ്യൂണറൽ പോയമാണ്. ഫ്യൂണറൽ, സംതിങ് റിലേറ്റഡ് ടു ഡെത്ത് ആണ് ഫ്യൂണറൽ. റൈമിംഗ് സ്കീം എ ബി എ ബി സി സി ഡി ഡി ആണ്. മറ്റേത് എ ബി എ ബി സി ഡി സി ഡി ആയിരുന്നെങ്കിൽ ഇത് എ ബി എ ബി സി സി ഡി ഡി ആണ്. സെക്കൻഡ് ദെൻ കപ്ലെറ്റ് അതൊന്നും വേണ്ട. മെറ്റഫർ ചോദിച്ചു വെച്ചോ. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ് ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ എന്ന് പറയുന്നത് രണ്ടും മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. വിത്ത് ദ പോ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പെയ്ഡ്, ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ആണ്. സിമ്പിൾ ലോറൽസ്, പൂക്കള്, ലോറൽസ് എന്ന് പറയുന്നത് സിമ്പിൾസ് ആണ്, സിംബോളിസം ആണ്. പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. There is no armor against fate. Death lays his icy hands on kings. Death's purple altar. മറ്റൊന്ന് അലിട്രേഷൻ ആണ്. അലിട്രേഷൻ വിക്ടർ, വിക്ടിം, സ്മെല്ല്, സ്വീറ്റ്, അത് നിങ്ങൾക്കറിയാം. ഓക്സിമറോൺ, അടുത്ത ഒരാൾ പറഞ്ഞ പോലെ ഏതാ? ഓക്സിമറോൺ, വിക്ടർ, വിക്ടിം. മറ്റൊന്ന് ഓണോമെറ്റോപ്പിയ, മർമറിംഗ്, ബ്രീത്ത്. മർമറിംഗ് എന്ന് പറയുന്നതും ബ്രീത്ത് എന്ന് പറയുന്നതും ഓണോമെറ്റോപ്പിയ ആണെന്ന് ഓർത്തു വെച്ചാൽ മതി. മർമറിംഗ്, മർമറിംഗ് അത് മർമറ ശബ്ദം അല്ലെ. അതുപോലെ തന്നെ ബ്രീത്ത്. മെറ്റോണമിക് എക്സാമ്പിൾസ്. സം മെൻ വിത്ത് സോർഡ്സ് മേ റീപ്പ് ദ ഫീൽഡ്. സെപ്ചർ ആൻഡ് ക്രൗൺ, സൈത്ത് ആൻഡ് സ്പെയ്ഡ്, ഓർഡിനറി മാൻ അല്ലെ. നോക്ക്, സം മെൻ വിത്ത് സോർഡ് മേ റീപ്പ് ദ ഫീൽഡ് എന്ന് പറയുന്നത് മെറ്റോണമിയാണ്. സെപ്ചർ ആൻഡ് ക്രൗൺ കിങ്ങിനെ കാണിക്കുന്നതാണ്. സൈത്ത് ആൻഡ് സ്പെയ്ഡ് ഓർഡിനറി മാൻ അല്ലെങ്കിൽ പെസൻസിനെ കാണിക്കുന്നതാണ്. ഇത്രയാണ് ഡെത്ത് ദ ലെവലർ. നെക്സ്റ്റ് കംസ് സൺറൈസ് ഓൺ ദ ഹിൽസ്. സൺറൈസ് ഓൺ ദ ഹിൽസ് ആരാണ് എഴുതിയത്? WH ലോങ് ഫെല്ലോ ആണ് എഴുതിയിട്ടുള്ള ആള്. ഓക്കെ, പോയം ഡിഡാറ്റിക് പോയമാണ് നമുക്കറിയാം. അതുപോലെ തന്നെ അതിന്റെ തീം എന്ന് പറയുന്നത് ദ പവർ ഓഫ് നേച്ചർ ആണ്. ലാസ്റ്റിൽ പറയുന്നുണ്ട്, ലാസ്റ്റ് ലൈനിൽ എങ്ങനെ പ്രശ്നങ്ങളുള്ള ആളുകൾ, ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു കാട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു വുഡ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ഹില്ലിന്റെ ടോപ്പിലേക്കോ പോകണം, അവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഡിഡാറ്റിക് പോയമാണെന്നും പവർ ഓഫ് നേച്ചർ ആണ് അതിന്റെ തീമെന്നും നമുക്ക് പറയാം. സിമിലി എന്തൊക്കെയാ? ലൈക്ക് ഹോസ്റ്റ് ഇൻ ദ ബാറ്റിൽ ഓവർത്രോൺ എന്ന് പറയുന്ന ലൈൻ എന്തിന് എക്സാമ്പിൾ ആണ്? സിമിലിക്ക് എക്സാമ്പിൾ ആണ്. നമ്മൾ പോയംസ് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത് മനസ്സിലാവും.
ട്രാൻസ്വേർഡ് എപ്പിത്തറ്റ് നോയ്സി ബിറ്റേൺ എന്ന് പറയുന്നത് ട്രാൻസ്വേർഡ് എപ്പിത്തറ്റിന് എക്സാമ്പിൾ ആണ്. ബിറ്റേൺ എന്ന് പറഞ്ഞാൽ ആ കൊക്കിനെ പോലെയുള്ള സാധനമാണ്. അപ്പോൾ അതിന് നോയ്സി എന്ന് പറയുന്നത് കൊണ്ട് അല്ലെ, ഹാപ്പി മാൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ട്രാൻസ്വേർഡ് എപ്പിത്തറ്റ് ആണ്. പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ് ദ സൺസ് റിട്ടേണിംഗ് മാർച്ച്. ശരിക്കും പട്ടാളക്കാരാണ് റിട്ടേണിംഗ് മാർച്ച് നടത്തുക, ഇവിടെ സൂര്യൻ അത് ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് പേഴ്സോണിഫിക്കേഷൻ ആണ്. സോഫ്റ്റ് ഗെയിൽസ് വെന്റ് ഫോർത്ത് ടു കിസ് ദ സൺ ക്ലേഡ് വെയിൽസ്. ആ സോഫ്റ്റ് ഗെയിൽസ് ഇളം കാറ്റുകൾ നമ്മളെ വാലിയെ ഉമ്മ വെക്കാൻ പോയി എന്ന് പറയുമ്പോൾ അതും മനുഷ്യന്മാർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് എന്തിന് എക്സാമ്പിൾ ആണ്? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. അല്ലെ റൈം സ്കീം നോക്കുക, AABBCC, വളരെ സിമ്പിൾ ആണ് ഓർത്ത് വെക്കാൻ, AABBCC. ഇനി ഓണോമെറ്റോപ്പിയ നോക്കുക, ഐ സോ ദ കറണ്ട് വേൾ ആൻഡ് ഫ്ലാഷ്. വേൾ ആൻഡ് ഫ്ലാഷ് എന്തിന് എക്സാമ്പിൾ ആണ്? ഓണോമെറ്റോപ്പിയ. ഒരേപോലെ ശബ്ദം വരും, ശബ്ദം അതുപോലെ നമ്മുടെ അല്ലെങ്കിൽ ഉച്ചാരണവും അതുപോലെ തന്നെ അർത്ഥവും ഒരുപോലെ വരുന്നത്. സിമ്പിൾസ് ഏതൊക്കെയാ നോക്കാം. ഹെവൻസ് വൈഡ് ആർച്ച്, റിട്ടേണിംഗ് മാർച്ച്, അതുപോലെ തന്നെ സൺ ക്ലെയ്ഡ് വെയിൽസ് വാലിയാണ്. ദ ഹോസ്റ്റ് ഇൻ ദ ബാറ്റിൽ ഓവർ ത്രോൺ. ദെൻ ഓക്കെ, നൗ നമ്മൾ പറഞ്ഞു വെയിൽസ് ഓഫ് ക്ലൗഡ്സ് എക്സെട്ര. നെക്സ്റ്റ് ഓക്സിമറോൺ. ഓക്സിമറോൺ സോഫ്റ്റ് ഗെയിൽസ് ഓക്സിമറോൺ ആണ്. സോഫ്റ്റ് ഗെയിൽസ് എന്ന് പറയുന്നത് ഓക്സിമറോൺ ആണ്. ഗെയിൽസ് നല്ല ശക്തിയായ കാറ്റാണ് ഗെയിൽ എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് അർത്ഥമുള്ളതാണ് സോഫ്റ്റ് എന്ന് പറയുന്നത്. സോ സോഫ്റ്റ് ഗെയിൽസ് എന്ന് പറയുന്നത് ഒരു ഓക്സിമറോൺ എക്സാമ്പിൾ ആണ്. പിന്നെ ധാരാളം വിഷ്വൽ ഇമേജസ് അതുപോലെ തന്നെ ഓഡിറ്ററി ഇമേജ്, കിനസ്തെറ്റിക് ഇമേജസ് ഇതിനകത്തുണ്ട്. അപ്പൊ ആദ്യം ചില ആളുകൾക്കെങ്കിലും അറിയാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ കിനസ്തെറ്റിക് ഇമേജസ് എന്താണെന്നുള്ളതാണ്. അതൊന്ന് പറയാം. വിഷ്വലിന് എക്സാമ്പിൾ ഗ്ലോഡ് ദ റിച്ച് വാലി എന്ന് പറയുമ്പോൾ തിളങ്ങുന്നു ആ വാലി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലേക്ക് വരും. രണ്ടാമത്തത് വുഡ്സ് വേർ ബ്രൈറ്റൻഡ് എന്ന് പറയുമ്പോൾ അതും മനസ്സിലേക്ക് വരുന്നതാണ് ചിത്രം. ഡാർക്കൻഡ് വാലി, ഗ്ലിസ്റ്റൻഡ് റിവേഴ്സ് ഫ്ലോ, അല്ലെ തിളങ്ങുന്ന നദികൾ ഒഴുകുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് കൃത്യമായി ചിത്രം വരുന്നതുകൊണ്ട് വിഷ്വൽ ഇമേജ്. പോയം വായിച്ചു നോക്കുക, അതിനകത്തുനിന്ന് കിട്ടുന്നതൊക്കെ എടുത്ത് പരീക്ഷ പേപ്പറിലേക്ക് എഴുതിക്കോളാം. ഓഡിറ്ററി ഇമേജ്, ഡിസ്റ്റന്റ് വാട്ടർ ഡാഷ് എന്ന് പറയുന്നത്, ഡാഷ് അത് ശബ്ദമാണ് അല്ലെ. മ്യൂസിക് ഓഫ് ദ വില്ലേജ്, മ്യൂസിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അത് ഓഡിറ്ററി ഇമേജ് ആണ്. ബെല്ല്, ദ എക്കോ ഗിവിംഗ് ഹിൽസ്, മെറി ഷൗട്ട്, ഇതൊക്കെ ഓഡിറ്ററി ഇമേജിന് എക്സാമ്പിൾ ആണ്. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ചലനം തോന്നിക്കുന്ന, നമുക്ക് ചലിക്കുന്നത് പോലെ തോന്നിക്കുന്ന ചില ഇമേജസ്. ഫോർ എക്സാമ്പിൾ ദ സൺസ് റിട്ടേണിംഗ് മാർച്ച്. നോക്ക്, റിട്ടേണിംഗ് മാർച്ച് എന്ന് പറയുമ്പോൾ ചലനം അല്ലേ. വീൽഡ് സ്പൈറൽ വേ, ആ പക്ഷി പറന്നു പോയതാണ് പറയുന്നത്. വീൽഡ് സ്പൈറൽ വേ. നെക്സ്റ്റ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ്, മൂവ്മെന്റ് ആണ് അല്ലെ. കറണ്ട് വേൾ ആൻഡ് ഫ്ലാഷ്, വുഡ്സ് ബെൻഡിങ് വിത്ത് സൈലന്റ് റീച്ച്, ഇതെല്ലാം അതിലുള്ള
കിനസ്തെറ്റിക് ഇമേജസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ സൺറൈസ് ഓൺ ദ ഹിൽസ് അവിടെ കഴിയാണ്. നെക്സ്റ്റ് വൺ ഇസ് ദ wreck ഓഫ് ടൈറ്റാനിക് ബൈ ബെഞ്ചമിൻ പെക്കീത്ത്. ഓക്കെ, പോയം റൈം സ്കീം നോക്കാം. AABB ആണ്. പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ഷീ വാസ് ദ ലാസ്റ്റ് ബെസ്റ്റ് വർക്ക് ഓഫ് മെൻ എന്ന് പറയുന്നത്. ഷീ വാസ് ദ ലാസ്റ്റ് ബെസ്റ്റ് വർക്ക് ഓഫ് മെൻ എന്ന് പറയുന്നതാണ് അതിൽ പേഴ്സോണിഫിക്കേഷൻ. ഒരു എക്സാമ്പിൾ ഷീ സ്റ്റക്ക് വിത്ത് എ ഷിവർ ഫ്രം സ്റ്റെം ടു സ്റ്റേൺ. അവിടെ രണ്ടും ഷീ എന്ന് പറയുന്നത് കൊണ്ട് ടു ഹെർ വർക്ക് ആ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ടു ഹെർ വർക്ക് എന്ന് പറയുന്ന ആ ഹെർ പറയുന്നതും എന്തിന് എക്സാമ്പിൾ ആണ്? പേഴ്സോണിഫിക്കേഷൻ ആണ്. ദെൻ അലിട്രേഷൻ ഓഫ് സൗത്ത് ആംപ്ടൺ ഷീ സ്വങ്, അതൊക്കെ അറിയാലോ എല്ലാവർക്കും. എസ് വരുന്നതുകൊണ്ട് സ്ട്രീം. ബി ബ്രിട്ടീഷ് അത് എക്സാമ്പിൾ ആണ്. ഷിവർ സ്ട്രെം സ്റ്റേൺ എക്സാമ്പിൾ അലിട്രേഷൻ. ഷാല് സൗണ്ട് സബ്ലൈം അല്ലെ, ഷാലിൽ വരില്ല, സൗണ്ട് സബ്ലൈം ആണ്. സാങ്ക് ഫ്രം സൈറ്റ് എസ് അലിട്രേഷൻ ആണ്. ദെൻ കോൺസണൻസിന് എക്സാമ്പിൾ ദ ലാർജസ്റ്റ് ഗ്രാൻഡസ്റ്റ് എക്സാമ്പിൾ ആണ് കോൺസണൻസിന്. ലാസ്റ്റിൽ കോൺസണൻസ് ആവർത്തിച്ച് വരാം. ഷി വാസ് ദ ലാസ്റ്റ് ബെസ്റ്റ് എസ്റ്റ് എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങൾ അല്ലെ, വർക്ക് ഓഫ് മാൻ, അത് കോൺസണൻസ് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് മെറ്റഫർ എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എ സീ ഡ്രീം എന്ന് പറയുന്നതും മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ദ ലാസ്റ്റ് പോയം ടു സ്ലീപ്പ് ബൈ വില്യം വേർഡ്സ്വർത്ത്. ഏതാണ് ടൈപ്പ്? അത് ടൈപ്പ് നിങ്ങൾ സോണറ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് സോണറ്റാണ്. 14 വരികളുള്ള ഒരു സോണറ്റാണ്. എന്ത് സോണറ്റ് തന്നെ പല രീതിയിൽ എഴുതാറുണ്ട്. അതാണ് പെട്രിയാർക്കി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. സോണറ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. മെറ്റഫേഴ്സ് ഏതൊക്കെയാണ്? കം ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സ്ലീപ്പിനെ ബ്ലെസ്ഡ് ബാരിയർ ആക്കി ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ മെറ്റഫർ എന്ന് വിളിക്കാം. ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത് എന്ന് പറയുന്നതും അത് സ്ലീപ്പ് എന്താണ് മെറ്റഫർ തന്നെയാണ്. ദെൻ ഓക്സിമറോൺ, ബ്ലെസ്ഡ് ബാരിയർ ഓക്സിമറോൺ ആണ്. പേഴ്സോണിഫിക്കേഷൻ ആൻഡ് കുഡ് നോട്ട് വിൻ ടീ എന്ന് പറയുന്നത് ഒന്ന്, മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് എന്ന് പറയുന്നത് 2. ഓക്കെ, പേഴ്സോണിഫിക്കേഷൻ കുഡ് നോട്ട് വിൻ ടീ, നിന്നെ പ്രാപിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യനെ പോലെ ആക്കിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ മദർ ആക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് പറയുന്നു മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് എന്ന് പറയുന്നു. സോ അതും പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. റൈം സ്കീം ഏതാ? AB BA AB B AC DC DCD. ഓർമ്മയില്ലെങ്കിൽ എഴുതാൻ നിൽക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് അലിട്രേഷൻ one after one blessed barrier white sheets of water. Alliteration example sleepless and soon the small birds എന്ന് പറഞ്ഞു തുടങ്ങുന്നത് രണ്ടാമത്തെ എക്സാമ്പിൾ അലിട്രേഷന്. ഇമേജസ് ഓഡിറ്ററി ഉണ്ട്, വിഷ്വലും ഉണ്ട്. ഓഡിറ്ററി സൗണ്ട് ഓഫ് റെയിൻ, റിവർ, വിൻഡ്, ബേർഡ്സ് എക്സെട്ര. ദെൻ വിഷ്വൽ ഫ്ലോക്ക് ഓഫ് ഷീപ്സ്, വൈറ്റ് ഷീറ്റ്സ് ഓഫ് വാട്ടർ. ഫുൾ ഓഫ് ഇമേജസ് ആണ്. ഇതിനകത്ത് മുഴുവൻ ഇമേജസ് ആണ് ഈ പോയം. നിങ്ങൾ ഏത് ലൈൻസ് നോക്കി എഴുതി കഴിഞ്ഞാലും അത് എക്സാമ്പിൾ ആവും. ഓക്കെ, അപ്പോൾ അത്രയാണ് പോയറ്റിക് ഡിവൈസസ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കാം. ഇനി ഇതുപോലെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പോയത്തിനുള്ള അപ്രീസിയേഷൻ പഠിക്കണമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. പോയത്തിൻ്റെ അപ്രീസിയേഷൻ എല്ലാ പോയവും നിങ്ങൾ പഠിച്ചു വെക്കാന്നല്ലാതെ അപ്രീസിയേഷൻ പഠിക്കേണ്ട. നാളെ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ സമ്മറീസ് തരും, ഒരു പോയിന്റ് ആക്കിയിട്ട് തരും. അപ്പോൾ ആ പോയിന്റുകൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി. കാരണം മോഡലിൽ എന്ത് ചോദിച്ചില്ല, അപ്രീസിയേഷൻ ചോദിച്ചില്ല. ലാസ്റ്റ് ഒരു അൺനോൺ പോയത്തിൻ്റെ അപ്രീസിയേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ അത് മുഴുവൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ഐഡിയ ഉണ്ടാക്കി വെക്കാം, അത്രേ ഉള്ളൂ. കാരണം ലൈൻസ് നിന്നും ചോദ്യങ്ങളുണ്ട്, ലൈൻസ് വിശദീകരിക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ പോയത്തിൻ്റെയും അപ്രീസിയേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത്. അതാണ് ശരിക്കും പഠനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃത്യമായ പഠനം എന്ന് പറയുന്നത്. വെറുതെ കുറേ വാരി വലിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. മോഡൽ എങ്ങനെ വരുന്നു, അതാണ് നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ ഒരു ഏകദേശം മാതൃക ഉണ്ടാവുക. അപ്പോൾ ഇത് തൊട്ട് മുമ്പുള്ള വർഷത്തെ ഒരു പബ്ലിക് എക്സാം, അത് അവർ തന്നെ ഗവൺമെൻറ് തന്നെ നമുക്ക് സോൾവ് ചെയ്ത് നിന്നതാണത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്തേണ്ടത്. ഞാൻ നേരത്തെ ആൻസേഴ്സ് വായിച്ചതൊക്കെ ഗവൺമെൻറ് എന്നുള്ള മോഡൽ എക്സാമിൻ്റെ ഇറക്കിയിട്ടുള്ള ആൻസർ കീ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ, then boast no more your mighty deeds.
upon the death's purple altar. ഇത് ഏതാണ്? പോയം ഏതാണ്? Death the Leveler ആണ് അല്ലേ? Write the name of the poem from which these lines are taken. ഏതാണ്? Death the Leveler. അടുത്തത് നെയിം ദ പോയറ്റ്, അതറിയണം നമ്മൾ അല്ലേ? ജെയിംസ് ഷേർലി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ജെയിംസ് ഷേർലി ആണ്. വാട്ട് ഡസ് ഡെത്ത്സ് പർപ്പിൾ ആൾത്താർ റെഫർ ടു? ഡെത്തിന്റെ പർപ്പിൾ ആൾത്താർ എന്ന് പറയുന്നത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഡെത്ത് ഇറ്റ്സെൽഫ്, മരണത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അബോർഡ് ഓഫ് ഡെത്ത്, എൻഡ് ഓഫ് ലൈഫ് എന്ന് ഏതും പറയാൻ നിങ്ങൾക്ക് കേട്ടോ. ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ ബാറ്റിൽ ഗ്രൗണ്ട്സ് വിത്ത് ഇറ്റ്സ് ബ്ലഡ് ഷെഡ്. ആസ് എ റിസൾട്ട് ഇറ്റ് ടേൺഡ് ഇൻ ടു പേർപ്പിൾ കളർ. അതുകൊണ്ടാണ് അത് ഒരു പേർപ്പിൾ കളറായി മാറി. ഫോർത്ത് വൺ, ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലൈൻസ്. നോക്ക് ലൈൻസ് ഏതാണ്? ഈ ലൈൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്? ഓക്സിമറോൺ ആണ്. ഓക്സിമറോൺ, ദ കോൺസെപ്റ്റ് വിക്ടറി നെവർ ബ്ലീഡ്സ്, ഓൺലി ദ വിക്ടിം ബ്ലീഡ്സ്. ഹിയർ വിക്ടറി, വിക്ടർ ബ്ലീഡ്സ്. ഓക്സിമറോൺ ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച് വിച്ച് അപ്പാരന്റ്, നമ്മൾ എന്താന്ന് പറഞ്ഞു, ഓക്സിമറോൺ എന്താന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിങ്ങനെ വിക്ടർ വിക്ടിം എന്ന് പറയുന്നതാണ് ഓക്സിമറോൺ എന്നുള്ളത് മാത്രം എഴുതിയ ഒരു മാർക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്തത്, read the passage, answer the questions that follows. It is not surprising that this astonishingly vital man, full of self-confidence and unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. ഗാന്ധിജിയെ കുറിച്ച് നെഹ്റു പറയുന്നതാണ്. And then Gandhi came എന്ന് പറയുന്ന ചാപ്റ്ററിൽ എനിക്ക് മനസ്സിലായി. Who is the man mentioned in the passage? ഗാന്ധിജിയാണ്. നെഹ്റു ഗാന്ധിജിയെ പറ്റി പറയുമ്പോൾ മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയാണ് അതിൽ. What kind of unusual power does he have? ഇതിനകത്തുണ്ട് the power to attract all kinds of people towards him. His confidence and exemplary leadership much influenced the Indians. അങ്ങനെ ഒന്നും എഴുതാൻ പറ്റിയില്ലെങ്കിലും ഈ പറഞ്ഞതെങ്കിലും എഴുതാം. Power to attract all the people towards him. Pick out the word from the above lines which means full of energy. Full of energy എന്ന് പറയുന്ന ഒരു വേർഡ് ഇതിനകത്തുണ്ട്. വൈറ്റൽ ആണ് കേട്ടോ. വൈറ്റൽ മാൻ. From which lesson is the passage taken? Who is the author? And then Gandhi came by Jawaharlal Nehru. ഇതാണ് ആൻസർ. നെക്സ്റ്റ്, ആൻസർ any two in about 30 words. 2 മാർക്കാണ്. You may begin in this way. Sorry. Imagine the word that the mother of young seagull could use to motivate him to fly. മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 രീതിയിൽ പറയണം. യു ഷുഡ് റിയലി അല്ലെങ്കിൽ യു ഓട്ട് ടു, 2 രീതിയിൽ നിങ്ങൾ പറയണം. അപ്പോൾ യു ഷുഡ് ട്രസ്റ്റ് അസ് ആൻഡ് ട്രൈ ടു ഫ്ലൈ. അമ്മ അങ്ങനെ പറയുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷുഡിൻ്റെ ശേഷം നമ്മൾ റൂട്ട് വെർബാണ് ഉപയോഗിക്കേണ്ടത്. എന്ന് വെച്ചാൽ ട്രസ്റ്റഡ് എന്ന് എഴുതരുത്, ട്രസ്റ്റിംഗ് എന്ന് എഴുതരുത്. ഓക്കെ, എന്താ പറയേണ്ടത്? യു ഷുഡ് ട്രസ്റ്റ് എന്നാണ് പറയേണ്ടത്. അത് ശ്രദ്ധിച്ചാൽ മതി. യു ഓട്ട് ടു ജമ്പ് ആൻഡ് ഫ്ലാപ്പ് യുവർ വിങ്സ്. ഓട്ട് ടു, അതിൻ്റെ കൂടെയും റൂട്ട് വെർബാണ് ഉപയോഗിക്കേണ്ടത്. യു ഓട്ട് ടു ജംപ്ഡ് എന്നോ ജമ്പിങ് എന്നോ പറയരുത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇതെപ്പോഴും ചോദിക്കുന്നതാണോ? യു ഷുഡ്, യു ഓട്ട് ടുൻ്റെ യൂസേജസ് ചോദിക്കാറുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 8 miles ഡാഷ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഈസ് ആണോ ആറാണോ? 8 miles ഈസ് ആണോ ആറാണോ? ഏതാണ് വരിക? 8 miles ഈസ് ആണ് ആൻസർ. ഓക്കെ, 8 miles എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ചില വാക്കുകൾ ക്വാണ്ടിറ്റി, എമൗണ്ട് ഒക്കെ നമ്മൾ എന്തായിട്ടാണ് കാണാം? സിംഗുലർ ആയിട്ടാണ് കാണാം. 5 liters ഓഫ് മിൽക്ക് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്നാ പറയാ. ഓക്കെ, അതുപോലെ തന്നെ 2000 rupees ഈസ് എ ബിഗ് എമൗണ്ട് എന്നാ പറയാ. മനസ്സിലായില്ലേ? അപ്പോൾ ആ അങ്ങനെയുള്ള എമൗണ്ട്. അതുപോലെ തന്നെ റെയിൻ, റെയിൻ എന്ന് പറയുമ്പോൾ ഒരുപാട് തുള്ളികൾ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ആറാണോ പറയാ? റെയിൻ ഈസ് റെയിനിങ് എന്ന് പറയാ. വാട്ടർ ഹാസ് ഫ്ലോൺ എന്ന് പറയാ. ഓക്കെ, ആ കാര്യങ്ങൾ ഓർത്ത് വെക്കാം. സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഡാഷ് ഇറ്റ് ഹെൽപ്സ് യു ടു സേവ് മണി. ഹവെവർ, മോറോവർ. ഹവെവർ, മോറോവർ. മോറോവർ ആണ് അവിടെ ആൻസർ അല്ലേ? അതിലുപരി എന്നാണ് മോറോവറിന്റെ ആൻസർ. അതിലുപരി അത് പൈസയും സേവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. APJ Abdul Kalam enjoyed interacting with students. If you had a chance to ask questions to Dr. Kalam, what would you ask him? Write 2 questions. 2 ചോദ്യങ്ങൾ മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ, ആൻസേഴ്സ് ഇല്ല. നമുക്ക് ചോദിക്കാം. How can we achieve success? How can I get a definite goal in my life? ചാപ്റ്ററുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെ ചോദിക്കുക. വാട്ട് ഇസ് യുവർ നെയിം അല്ലെങ്കിൽ വേർ ഇസ് യുവർ ഹൗസ് എന്നൊന്നും ചോദിക്കരുത്. ചേഞ്ച് ദ ഫോളോയിങ് കോൺവെർസേഷൻ ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. നോക്ക്, റിപ്പോർട്ടഡ് സ്പീച്ച്.
Greta, I thought you could make real peaches. Dad, no, you have to go to the store for those. അപ്പോൾ എന്തായിരിക്കും ഗ്രറ്റ പറഞ്ഞത്? ഗ്രറ്റ told her dad that she had thought. നോക്ക്, ഇത് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ആണോ റിപ്പോർട്ട് ചെയ്യാനുള്ളത്? ഇല്ല, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുക? ഗ്രറ്റ ടോൾഡ് ഹെർ ഡാഡ്, അല്ലെ? എന്താ ഡാഡിനോട് പറഞ്ഞത്? ദാറ്റ്, ഒരു ദാറ്റും ചേർത്തു. ഐ എന്ന് പറയുന്നത് ഷീ ആണ്, അപ്പൊ ഷീ എന്ന് എഴുതി. ഇനി തോട്ട് എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ്? തിങ്കിന്റെ പാസൻസ് ആണ്. പാസൻസ് വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാഡ് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഹാഡ് ചേർത്തു. ഷീ ഹാഡ് തോട്ട്, യു എന്ന് പറയുമ്പോൾ ഡാഡി, അല്ലെ? ഹി, ബാക്കിയൊക്കെ അതുപോലെ തന്നെ, കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഇനി ഡാഡ് റിപ്ലൈ കൊടുക്കാണ്. ഹെർ ഡാഡ് റിപ്ലൈഡ് നെഗറ്റീവ്ലി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി എന്നും നോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ആണ് പറയേണ്ടത്. റിപ്ലൈ നെഗറ്റീവ്ലി ആൻഡ് ആഡഡ് ദാറ്റ്, ഇങ്ങനെ കൂട്ടിച്ചേർത്തു. ദേ ഓർ ഷീ ഹാഡ് ടു ഗോ. നോക്ക്, യു എന്ന് പറയുന്നത് ഷീ, അല്ലെ? ഷീ, ഹാവിന്റെ പാസൻസ് ഹാഡ്, ബാക്കിയൊക്കെ അതുപോലെ തന്നെ. ടു ഗോ ടു ദ സ്റ്റോർസ് ഫോർ ദോസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റിപ്പോർട്ട് സ്പീച്ച്. അടുത്ത, ആൻസർ എനി 4 questions in 60 words. Each carries 4 marks. 60 മാർക്കിന്. റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി. കണ്ടില്ലേ, മാഗി ചോദിക്കും കേട്ടോ. മാഗി, അതുപോലെ തന്നെ മിസ്റ്റർ ഗുപ്ത, അതുപോലെ തന്നെ നമ്മുടെ ആര് ഹസൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പഠിച്ചു നോക്കാം. The Price of Flowers. Annie's Margaret Clifford, lovingly called Maggie, is the central character of the story The Price of Flowers. She is a young English girl of 13 or 14 years old. She is a poor girl who works as a typist in the civil service store. She is ambitious and wants a job where her brain can be used. She had intense love for mother and brother. അമ്മയും സഹോദരനെയൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. She tried hard to bring her sick mother back to life. She even asked Mr. Gupta to tell a lie to save her mother. അമ്മയെ രക്ഷിക്കാൻ ഒരു കളവ് പറയാൻ വരെ അയാളോട് ആവശ്യപ്പെടുന്നു. She is also superstitious, അന്ധവിശ്വാസി കൂടെയാണ്, because she believed in the story behind the crystal ring sent by her brother. Okay. Her love towards her brother is touching. She gave the narrator a shilling to buy flowers to place them on her brother's grave. A shilling is a lot of money for a poor girl like her. To get that, she has to work for many days. The flowers represent love, sacrifice, and strong bond of relationship between the sister and the brother. Her sacrifice and selfless acts bring tears to the eyes of Mr. Gupta, and the readers too are moved. Surely she is a model for the girls of her age. അപ്പോൾ അതാണ് ഒരു മോഡൽ എന്തിൻ്റെ? ക്യാരക്ടർ സ്കെച്ചിൻ്റെ. ഇനി the details of Stephen Hawking's life and achievements are given below. Read the ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനാണ്. നമ്മൾ നേരത്തെ പ്രൊഫൈലിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ അവരവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, comment on the bravery shown by the crew and the bond as the Titanic sank. The captain of the ship, Captain Smith, did not try to save his own life, even though the ship started sinking. He wanted the crew to be British. He commanded them to save the women and children first. The captain and the crew faced death bravely. The music band continued to play the prayer, "Nearer to thee, my God," as they were going down with the ship. Their bravery and courage will be remembered forever. The captain and the crew had shown such courage and nobility during the great tragedy. അടുത്തത്, an online debate on the topic "Digital classes are superior to regular education" is being organized in your 4 years class. Write 4 arguments either favoring or opposing this idea. Digital classes are superior to regular education എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ മേലെ നിങ്ങളോട് 4 ആർഗ്യുമെന്റ്സ് അതിനെ അനുകൂലിച്ചിട്ടോ അല്ലെങ്കിൽ പ്രതികൂലിച്ചിട്ടോ എഴുതാൻ പറഞ്ഞിരിക്കുക. അനുകൂലിച്ചുകൊണ്ടുള്ള ആദ്യം നോക്കാം. Classes organized with the support of advanced technology convey content and subject in a far more effective and efficient manner. Digital classes are feast to one's eyes. It is very appealing
ദൃശ്യ വിരുന്നാണത് എന്നാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഇറ്റ് ഈസ് വെരി അപ്പീലിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ആളുകളെ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നു, അതുപോലെ തന്നെ അട്രാക്ട് ചെയ്യുന്നതാണത്. നോളജ് ആൻഡ് ഇൻഫർമേഷൻ ആർ അറ്റ് അവർ ഫിംഗർ ടിപ്സ് ഇൻ ഡിജിറ്റൽ ക്ലാസ്സസ്. നെക്സ്റ്റ് എഗെയിൻസ്റ്റ് ഡിജിറ്റൽ ക്ലാസ്സസ് ആർ മോണോട്ടോണസ്. ഞാൻ പറയുന്ന പോലെ മോണോട്ടോണസ് ആണ്. നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പലതും കാണുന്നില്ല അല്ലേ. മോണോട്ടോണസ് ആണ്. മോണോട്ടോണസ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം സംസാരിക്കുക, അതാണ്. ഇറ്റ് ഹാസ് ലിമിറ്റേഷൻസ് ഇൻ കണ്ടക്ടിങ് ദ ഇന്ററാക്റ്റീവ് സെഷൻസ്. ഇന്ററാക്റ്റീവ് സെഷൻസ് നടക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. റിയൽ ടൈം ക്ലാസ് റൂംസ് റീച്ച് ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. Regular education helps to identify the problems in children and find a solution in a scientific way. Okay, ഒരു സയന്റിഫിക് വേയിൽ. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലപ്പോൾ ആലോചിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏതാണോ ടോപ്പിക് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യണം, 4 നമ്പറൊക്കെ ഇട്ടിട്ട് പോയിന്റുകൾ എഴുതണം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ചോദ്യം നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത്, ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക, കേട്ട് കഴിഞ്ഞാലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇത് ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. പിന്നെ എന്താണ്, ദിസ് ഇസ് എ ഫ്രീ ക്ലാസ് ഫോർ യു. സോ അത് മാക്സിമം എന്ത് ചെയ്യുക, ആളുകളിലേക്കും എത്തിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്ത് ചെയ്യുക, കമൻറ്റുകൾ എന്ത് ചെയ്യണം, അവിടെ ലൈവ് ചാറ്റിൽ മാത്രമല്ല അല്ലാതെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതും. ഇനി imagine that you are a lady reporter allowed to report the rituals of the women on the island of Kandavu. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളതും സെയിം ചോദ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ചോദ്യം തന്നെയാണ് ഇങ്ങനെ ആവർത്തിച്ച് വരാറ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മോഡൽ നോക്കാം. I am Jino from Star TV standing at Kandavu in the Namuana with the cameraman Ajit Sam. Let me familiarize you with the area. Namuana, as you can see, is a beautiful, quiet village with rocky cliff and on the beach. ഇത്രയും ഭാഗം നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോ. അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനിയോ, you can climb a rocky track enjoying watching the turtles have great meals and feels very safe. Many turtles have now gathered here. They are all getting many tourists have gathered here. They are all getting ready for the turtle calling, which is a famous ritual here. Here the women chant a special tune to call turtles. There is a story connected to this legend. Once the beautiful princess Tinekobega and her daughter were seized by a group of fishermen. Adinte aidhiyam parayam. As they were wading through the water, the women cried, but the warriors only laughed. The women cried, but the warriors only laughed at the women's tears and pleas. കണ്ണുനീരും അതുപോലത്തെ അപേക്ഷകളും. The people here say that God's shade had sent mighty storms and tossed the cannon. The fishermen saw the women turning into two giant sea turtles. The turtles slipped into the water and the sea grew calm. The Fijians still believe that forever afterward, Tinekobega and Rodilis lived in the water of that bay. You can see the women of Namuana village dressed in mourning clothes and carrying sacred clubs as they walk to the shore. See, they are chanting to their beloved turtles. Let us see what happens. Oh, wonderful! As the women chant, the giant turtles rise to the surface of the bright blue waters of this beautiful bay beneath the cliffs of Kandavu. Don't you feel excited to go near and see the turtles come up? It's true. You will see. എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ അവിടെ പ്രസൻറ്റ് ടെൻസിൽ തന്നെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പ്രസൻറ്റ് ടെൻസിൽ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും ധാരാളം ഉപയോഗിക്കുക. ഇതപ്പം ഇങ്ങനെ കാണുന്നു, ടേർട്ടിൽസ് ആർ റൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റിലും മാക്സിമം എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, മാഗി ഇൻ ദ സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് സേസ് ടു മിസ്റ്റർ ഗുപ്ത, I want to work that will make me use my head, brain work. What kind of a job do you want? How will you achieve it? Write a short paragraph. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ എയിം എന്താണെന്ന് അത് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനൊരു തുടക്കമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. In the story, The Price of Flowers, Maggie is working as a civil service store in a civil service store. She didn't like that job. She wanted a job that involved her brain. I too wish to achieve a job that requires intelligence. Therefore, my ambition is to become a police officer in the crime branch, where I can use my intelligence to solve the cases I get in hand.
No innocent people should get into troubles. I should be able to help such people who are trapped by certain cruel ones living around us. And I should be able to discharge my duties efficiently to maintain law and order in the society. എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കത്തി വെക്കാൻ ഇഷ്ടം പോലെ എഴുതാം. ഇതൊന്നും പോരാട്ടോ ആൻസർ. അപ്പോൾ അത് ഒരു ഐഡിയ ഉണ്ടാക്കി തന്നതാണ്. നെക്സ്റ്റ്, the passage given below contain few errors. Edit the passage. In the end, our society needed to grow. തെറ്റല്ലേ? സൊസൈറ്റി എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുക. സിംഗുലർ ആയിട്ട് കണക്കാക്കുമ്പോൾ നീഡല്ല നീഡ്സ് ആണ് ചേർക്കേണ്ടത്. ദേ നീഡ്, ഹി നീഡ്സ്, മനസ്സിലായല്ലേ? ഷീ നീഡ്സ്, പീപ്പിൾ നീഡ്. പ്ലൂറൽ ആകുമ്പോൾ നീഡ്, സിംഗുലർ ആകുമ്പോൾ നീഡ്സ്. ഗ്രോയിങ് അപ്പ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് there is no perfect answers. തെറ്റാണ്. there are no perfect answers. ആൻസേഴ്സ് കുറേ ഉണ്ട്, ആറാണ് വരേണ്ടത്. we haven't created a perfect society of earth അല്ല, on earth ആണ്. അതൊരു സിമ്പിൾ മിസ്റ്റേക്ക് ആണ് അല്ലേ? ഓഫ് എർത്ത് നമ്മൾ പറയില്ല, എന്താണ് ഓൺ എർത്ത് എന്നാ പറയാ ആ ഭാഗത്ത്. ആൻഡ് won't have ആണ് വരിക ഓൺ ദ സൈബർ സ്പേസ് ടു. ഓക്കെ, അവിടെ എന്ത് വരണം? won't ഹാസ് അല്ല, അവിടെ പ്ലൂറൽ ആക്കണം. എന്താക്കണം? ഹാവ് ആക്കണം. ഹാവ് ആണ് പ്ലൂറൽ, ഹാസ് ആണ് സിംഗുലർ കേട്ടോ. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrinking shrilly. The young seagull goes through a wide range of emotions and feelings before and after his first flight. Write a paragraph on the various feelings that he experienced before and after his first flight. Before his first flight, സംഭവം ഓർമ്മയുണ്ടല്ലോ, ചാപ്റ്റർ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. Before his first flight, the young seagull was afraid of flying because he thought that his wings won't support him and he would drown in the vast sea before him. When his family let him alone on the ledge, he felt loneliness and was troubled with heat and hunger. Though his family tried hard to make him fly, he never showed the courage to fly. His parents and siblings tried to inspire and motivate him, but the young seagull lacked the confidence to fly. But after his first flight, the young seagull was no more afraid of flying. He felt the excitement of not only himself but also of his family. The young seagull could now trust on his wings and himself. He felt confident that he would not fall and can fly easily. He gained courage and enjoyed the art of flying. When his belly touched the water, he floated without any fear and difficulty. He realized that he would not sink further. അടുത്തത് 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ആൻസർ any 4 questions about 70 to 80 words. Mr. Gupta, on returning to India, narrates his experience of meeting Maggie and her family in London to his friends. Write the narration of Mr. Gupta. Mr. Gupta ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അയാളെ സംഭവങ്ങളൊക്കെ ഫ്രണ്ട്സിനോട് നറേറ്റ് ചെയ്യാണ്. Last week, I was in London where I had a touching experience. One day, I met a young teenage girl, an English girl, in a vegetarian restaurant. She looked poor and lonely. Her name was Alice Margaret Clifford, lovingly called Maggie. Mutual interest in knowing each other made us friends. She took me to her home. Frank, her brother, was a soldier in India. They had no news from him for a long time. Her mother told me about a magical crystal ring sent by her son and wanted him to look at it to know about her son. As I was not superstitious, I refused. ഞാൻ നിരസിച്ചു. I again visited her house when her mother fell ill. The girl requested me to gaze the crystal ring and console her mother by saying that her brother was alive. Urged by her, I told her mother that he was alive and she recovered. After a few days, I received a postcard from Maggie informing her brother's death. I felt ashamed to face them and wrote them about my departure. On the day of my departure, she came to see me. Maggie came to see me. She gave me a shilling to buy flowers to place them on her brother's grave. A shilling was a lot of money for a poor girl like her. I was really moved by her love, sacrifice and strong bond of relationship between
the sister and the brother. ഇനി അതിൻ്റെ ഡീറ്റെയിൽ 6 മാർക്കിൻ്റെ ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് എന്ത് ചെയ്യാൻ മതി, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് വായിച്ച് നോക്കുക. നമ്മളത് വായിക്കുന്നില്ല. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, deeds speak louder than words. Good deeds will be remembered forever. Justify this statement. Deeds speak louder than words is a heavy loaded thought. Good deeds will be recommended forever. Anyone can talk about anything, which is not a big task to all. Talking about something great won't make one great. Greatness depends on deeds. പ്രവൃത്തിയാണ് വാക്കുകളെക്കാളും വലുത് എന്ന് പറയുന്ന ആ ടോപ്പിക്കിൻ്റെ മേലെ നിങ്ങളോടൊരു സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ നിങ്ങളോടൊരു സ്പീച്ച് നടത്താൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഡു ഗുഡ് തിങ്സ്. This is the only thing a human being should do to make them and the world a better place to live in. The effect of good deeds is long lasting. We are human beings, moreover we are mortal too. We won't be able to take anything with us when we die. We die with free hands. അങ്ങനെ വിശദീകരിച്ച് എഴുതാം. നെക്സ്റ്റ്, AJ Cronin returns home after his voyage in Ranaganji. He later makes a courtesy call to Hassan. Write the telephonic conversation. Telephonic conversation ആരോട്? ഹസനുമായി നടത്തുന്ന telephonic conversation ആര്? AJ Cronin. AJ Cronin, hello Hassan, it's me AJ Cronin. Hassan, hello sir, it's so nice to hear from you again. Is there anything urgent? No Hassan, nothing. I just wanted to talk with you for some time, that's all. Hassan, yes sir, I just thought about you but was busy in my works. Now I am free, let us talk. എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അതാ അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുക, കാണാം. നിങ്ങൾ ആപ്പിലേക്ക് അത് സെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ നോട്ട്സ്. Next, as we stood near together, I saw the Sarang cheeks were wet with tears. What trait of Hassan is highlighted in the lines? Attempt a character sketch of Hassan. ഞാൻ നേരത്തെ പറഞ്ഞു ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേഗം പഠിച്ചു വെച്ചോളാം. ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Hassan was a Sarang of the ship Ranaganji, which was sailing from Liverpool to India. He was squat. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആരാണ് ഹസൻ എന്ന് ആദ്യം പറഞ്ഞു. അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് പറയുന്നു. ഇനി അയാളുടെ ഡീറ്റെയിൽസ് പറയാം, അയാളുടെ ക്യാരക്ടറിനെ പറ്റി പറയാം, അതിന് എക്സാമ്പിൾസ് നമ്മുടെ ബുക്കിൽ നിന്ന് എടുത്തിട്ട് സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ട് പറയാം. നെക്സ്റ്റ്, ടു സ്ലീപ്പ് ബൈ വില്യം വേർഡ്സ്വർത്ത് ഡിസ്ക്രൈബ്സ് ദ പോയറ്റ്സ് ഡിഫിക്കൽട്ടി ഇൻ ഫാളിംഗ് സ്ലീപ്പ്. അല്ലേ? ഹൗ ഡസ് ഹി ഡിസ്ക്രൈബ് ദ എക്സ്പീരിയൻസ് ഓഫ് സ്ലീപ്ലെസ് നൈറ്റ്? റൈറ്റ് എ ഷോർട്ട് എസ്സേ. അത് വില്യം വേർഡ്സ്വർത്തിൻ്റെ സ്ലീപ്പ് എന്ന് പറയുന്ന പോയമാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത്. Wordsworth describes his unsuccessful attempts to have a sound sleep. He is lying down, unable to sleep for 3 continuous nights. In order to fall into sleep mood, he brings to mind images from the leisurely movement of the sheep, the sound of rain, the murmuring of bees, the fall of rivers, winds and seas, smooth fields and still snow, white lakes, water and pure sky. Yet he couldn't make a good sleep. Soon he was compelled to hear the song of small birds from his orchard trees and sad cry of the first cuckoo. But still he was unable to sleep. In the end he calls upon the goddess of sleep to come over him. He described sleep as a morning's wealth, blessed barrier between day and mother of fresh thoughts and joyous health. He hopes that the sleep will come to him and embrace him finally. The UN has declared Dr. APJ Abdul Kalam's birthday, October 15th, as the World Students' Day. Prepare a write-up to be published in the UNESCO journal on the topic Dr. Kalam's call to the youth to be unique. അതിനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം, വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. At the end of the voyage, Ranaganji, the captain of the ship calls a meeting to honor Hassan. അപ്പോൾ അതിനകത്ത് നിന്ന് അധികം ഹസൻ്റെ ചാപ്റ്റർ എന്നാണ് ചോദ്യം ചോദിച്ചത്, കാരണം ഫോക്കസ് ഏരിയ ഉള്ള സമയത്തുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളൊക്കെ.
As the chief guest, Hasan talks about the difficulties that has had successfully overcome. Draft script of the speech. നമ്മളെ പരീക്ഷയ്ക്കും വന്ന ഇതേ ചോദ്യം തന്നെയാണ്. ഫെലിസിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഹസനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന സ്പീച്ച്. അടുത്തത് ബിഫോർ ഗിവൺ ബിലോ ഇസ് എ ഫ്ലോ ചാർട്ട് ഓഫ് COVID-19 ടെസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ദ സിംറ്റംസ് പ്രിപ്പയർ റിപ്പോർട്ട് തയ്യാറാക്കാൻ. ഞാൻ സെമിനാർ റിപ്പോർട്ടാണ് നമുക്ക് ഇത്തവണ ചോദിച്ചത്. അതുപോലെ ഇതിൻ്റെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ കണ്ടില്ലേ ഇന്ന സംഭവം നടന്നതാണ്, അതിനെക്കുറിച്ച് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് 6 ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ചോദ്യങ്ങൾ മാത്രം മതി, 6 മാർക്കാണ്. പിന്നെ നാളെ ഇൻ്റർവ്യൂ സെഷനിൽ നമുക്ക് പറയാം ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. The lockdown has confined us to our homes, but it is important to be physically fit and active. Write a magazine article on the topic importance of physical exercise for good health. ഇതൊന്നും ഇപ്രാവശ്യം ചോദിക്കില്ല. Next, your younger brother is at your aunt's home. Write a letter to him giving him tips on the growing up of to become a good man. You may refer to the idea from the poem if. അപ്പോൾ ഇഫിനെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇഫിൻ്റെ പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇഫ് എന്ന് പറയുന്ന പോയത്തിൽ അത് ലെറ്ററിൻ്റെ ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. I feel ashamed to face Mrs. Clifford, so I write a letter to them, announcing my departure and bidding them goodbye. These are Gupta's words in the story, The Price of Flowers. Write an email to that Gupta would have written to the Mrs. Clifford. Mrs. Cliffordന് അയാൾ എഴുതിയുള്ള ഇമെയിൽ എന്താ, ടു CC BCC വേണമെങ്കിൽ മതി. സബ്ജക്റ്റ് ഗുഡ് ബൈ, റിട്ടേണിംഗ് ടു ഇന്ത്യ, ഡിയർ മിസസ് ക്ലിഫോർഡ്. ബാക്കി നമ്മളുടെ ഒരു ഇൻഫോർമൽ ലെറ്റർ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് 8 മാർക്കിന്റെ ചോദ്യമാണ്. യു വിസിറ്റഡ് എ ഹിൽ സ്റ്റേഷൻ ഡ്യൂറിംഗ് യുവർ സമ്മർ ഹോളിഡേയ്സ്. റൈറ്റ് എ ട്രാവൽ എസ്സേ ടു ബി പബ്ലിഷ്ഡ് ഇൻ യുവർ മാഗസിൻ അബൌട്ട് ദ പ്ലേസ് യു വിസിറ്റഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ഒരു യാത്രാ വിവരണമാണ്. ട്രാവലോഗ് എഴുതാനാണ്, എഴുതാം. Almost all children have access to phones and internet in the present times, but these sometimes do not harm than good. Write a letter to the editor of a newspaper on the advantages and disadvantages of internet use by the children. അപ്പോൾ ആദ്യം തന്നെ ഫ്രം അഡ്രസ്, ഡേറ്റ്, പിന്നെ ടു അഡ്രസ്, ദ എഡിറ്റർ, ഹിന്ദു, ചെന്നൈ. സബ്ജക്റ്റ് എഴുതുന്നു. ദെൻ ആ കാര്യങ്ങൾ എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പറയാം. പിന്നെ അതിന് നമുക്ക് പറയാനുള്ള വിശദീകരണങ്ങൾ എഴുതുക. യുവേഴ്സ് ട്രൂലി, സിൻസിയർലി എന്ത് എഴുതാം, സിഗ്നേച്ചർ മസ്റ്റാണ്. SD നെയിം ABC എന്ന് എഴുതിയാൽ മതി, പേര് എഴുതരുത്. The sacred terrors of Kandahar described the story of 2 women who had been attacked by outsiders. Do you think the women in the society too face similar problems? Draft a script of the speech you will deliver in your school assembly on Women's Day on the topic problems faced by women in our society. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൻ്റെ മേലെ ഒരു സ്പീച്ച് തയ്യാറാക്കാനാണ്. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, a warm good morning to all. Then as we all know, today March 8 is the International Women's Day. The purpose behind celebrating this day to promote peace with the women's rights. Still we know there are various issues and problems which women generally face in the society. I would like to list out some of them before you so that you would be aware of those problems and try to swipe them off out of the society. എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കുറേ പ്രോബ്ലംസ് ചെയ്താൽ. Then the last question is this. Kerala has faced many disasters like flood, landslides and epidemic in the recent times. However, we have always about disaster and management എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് ആ ചാപ്റ്ററിന് ഒരു എസ്സേ ആണ് ചോദിച്ചിട്ടുള്ളത്. 8 മാർക്സിൻ്റെ തന്നെയാണ്. അടുത്ത സെമിനാർ is to be conducted on your class on the topic the relevance of Gandhiji values in the present times. You are one of the participants. Write a paper of the seminar. ആ ചാപ്റ്ററിൻ്റെ ഒരു എസ്സേ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. തുടക്കത്തിൽ റിലവൻസ് ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ഗുഡ് മോർണിംഗ് എവരി വൺ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അറിയാത്തൊരു അൺനോൺ പോയിന്റ് തന്നിട്ട് അതിനകത്തുനിന്നും അപ്രീസിയേഷൻ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു 2021 ചോദിച്ച എന്ത് പരീക്ഷ. കോളം മസ്റ്റാണ് ഈ നമ്മുടെ ഇമെയിലിൽ, അത് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഏതൊക്കെ ഏരിയ എന്നാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസാണ് ഞാൻ ഒന്നുകൂടെ വായിച്ച് നോക്കേണ്ടത്, ഉറപ്പിക്കേണ്ടത്, എൻ്റെ പോരായ്മകൾ എവിടെയൊക്കെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ദൈവം സഹായിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ എന്ത് ചെയ്യാം, ആ ചാപ്റ്റേഴ്സ് ആദ്യം മുതൽ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് കവർ ചെയ്യണം. പ്ലസ് ക്യാരക്ടർ സ്കെച്ചസ്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും, പിന്നെ എല്ലാ ഫോർമാറ്റുകളും നമുക്ക് എന്ത് ചെയ്യണം,
ഒന്ന് പറഞ്ഞു പോകണം. ഗ്രാമർ എന്തെല്ലാം ഗ്രാമറുകളാണോ നമുക്ക് ഈ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് അതും കൂടെ നമുക്ക് പറയണം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളെ ക്ലാസ് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയത്. ഓക്കെ, താങ്ക് യു. സീ യു ടുമോറോ. കഴിഞ്ഞിട്ടോ? കഴിഞ്ഞിട്ട് എവിടെ കൊടുത്ത്? എവിടെ? ഓക്കെ, ബ്രൗസർ എടുത്തു. അത് യൂട്യൂബാണ് നമ്മൾ ഗ്രാഫ് ആവുന്നത്. യൂസ് ആവറേജ് ഇൻസ്ട്രുമെന്റ്